ടെസ്ല മാത്രമേ അവിടെ ഇലക്ട്രിക് കാറായിട്ട് ആളുകൾക്ക് ഇപ്പോഴും വരി ഫ്രീ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരേ ഒരു കാരണം അത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഒട്ടും. വെതറിന്റെ കാര്യം പറഞ്ഞപ്പോൾ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് എന്തായിരുന്നു അവസ്ഥ? വെള്ളപ്പൊക്കത്തിൽ ഞങ്ങൾ നീരാടി അവിടെ കിടന്ന്. ടെസ്ലയും കൊണ്ട് നീരാടാൻ സാധിച്ചു. അതെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്ല പോലൊരു ബ്രാൻഡിനെ സംബന്ധിച്ച് പറയുന്ന റേഞ്ച് തന്നെ കിട്ടും എന്ന ആളുകൾ എക്സ്പെക്ട് ചെയ്യും. ഈ ആകെ 1,07,000 ഓടിച്ചതിൽ ഈ ഒരു സർവീസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ ഫ്രീ ആയിട്ടാണ് ചാർജ് ചെയ്യുന്നത്. ഇലക്ട്രിക് കാർസ് നമ്മുടെ നാട്ടിൽ പോപ്പുലറായിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ. ഒരു 5 വർഷം പറയാമോ? അതൊരു 10 വർഷമോ? അതല്ല, ഒരു 20 വർഷം പറയാം. നമ്മുടെ റേവ എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടികളുണ്ടായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് കാർ എന്ന് പറയുന്ന മഹേന്ദ്രയുടെ റേവ എന്നുള്ളതായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് കാർസ്. പക്ഷേ അത്രയൊന്നുമല്ല, 100 വർഷത്തിന് മുകളിലായിട്ട് ഇലക്ട്രിക് കാർസ് നിലവിലുണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത് ഇതിൻ്റെ ബാറ്ററിയുടെ അവൈലബിലിറ്റി, ഇതിൻ്റെ റേഞ്ച്, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ ചാർജിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഇലക്ട്രിക് കാർസ് അധികം കയറി വന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ പവറിൻ്റെ കാര്യത്തിൽ ഇലക്ട്രിക് കാർ തന്നെയായിരുന്നു മുന്നിൽ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പോഴും ഒട്ടും മോശം തന്നെയല്ല, ഇലക്ട്രിക് കാർ തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത്. പല പെർഫോമൻസ് കാറുകളെയും അടിച്ചിടാൻ പറ്റുന്ന രീതിയിൽ ശേഷിയുള്ള ഇലക്ട്രിക് കാർസാണ് ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഇലക്ട്രിക് കാർസിൻ്റെ ഒരു സെഗ്മെൻറ്റ് നോക്കിയാൽ ലോകത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്, ടെസ്ല. ടെസ്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ടെസ്ലയുടെ ഓണർ എന്ന് പറയുന്നത് എലോൺ മസ്ക് ആണ്. അതായത് ലോകത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ്റെ കീഴിലാണ് ഈ ഒരു ബ്രാൻഡ് ഉള്ളത്. പണ്ടത്തെ നമ്മുടെ നിക്കോളസ് ടെസ്ല എന്ന ആളാണ് ടെസ്ല എന്നുള്ളൊരു കോൺസെപ്റ്റ്, മീൻസ് ടെസ്ല എന്നൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ ഒരു ഫൗണ്ടേഷൻ കൊണ്ടുതന്നത്. അതിനുശേഷം ഇലക്ട്രിക് കാർസിലോട്ടൊക്കെ വന്നു. ഇലക്ട്രിക് കാർസിൻ്റെ കുറേ ടെസ്റ്റിലൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് നല്ല വേരിയൻസ് ആയിട്ട് ഇന്ന് ലോകം ഭരിക്കുന്ന ഇലക്ട്രിക് കാർസ് നിർമ്മാതാക്കളായിട്ട് ടെസ്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം നിലവിലുള്ള ടെസ്ലയുടെ വേരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു എസ് വേരിയൻ്റ് ഉണ്ട്, ടെസ്ല എസ് ഉണ്ട്, അതുപോലെ മോഡൽ 3 ഉണ്ട്, മോഡൽ എക്സ് ഉണ്ട്, അതുപോലെ മോഡൽ വൈ ഉണ്ട്. ഇങ്ങനെ 4 മോഡൽസാണ് ടെസ്ലയുടെ ഉള്ളത്. എങ്കിലും പറയുകയാണെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വന്ന നമ്മുടെ ടെസ്ലയുടെ റോഡ്സ്റ്റർ എന്ന് പറയുന്ന വേരിയൻറ്റ്, അതായത് അതിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല, 3 സെക്കൻഡിൽ താഴെ മാത്രം 2.something സെക്കൻഡ്സ് കൊണ്ട് 0 to 100 എത്താൻ പറ്റുന്ന ശേഷിയുള്ളൊരു പവറുമായിട്ടാണ് ആ ഒരു റോഡ്സ്റ്റർ അവതരിപ്പിച്ചത്. കാരണം അതായത് ഇലക്ട്രിക് കാർസ് എന്നുള്ളത് വികാരമില്ലാത്ത വണ്ടി എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. വികാരമില്ലാത്ത ഈ ഒരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ വികാരം കിട്ടാനുള്ളൊരു ടൈം കിട്ടത്തില്ല, അതിലും ഫാസ്റ്റിലാണ് ഇത് കയറി പോകുന്നത്. നമുക്കത് ഫീൽ ചെയ്യാനുള്ള ടൈം പോലും കിട്ടത്തില്ല, അത്ര ഫാസ്റ്റാണ്. നമ്മുടെ ലംബോർഗിനീസും അല്ലെങ്കിൽ ഫെറാറീസ്, അത്ര നമ്മുടെ സ്പോർട്സ് കാർ, സൂപ്പർ സ്പോർട്സ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്താൽ പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള പവറിലാണ് നമ്മുടെ റോഡ്സ്റ്ററൊക്കെ വന്നത്. ഇത് ഒട്ടും മോശമല്ല, 5 സെക്കൻഡിൽ താഴെ മാത്രം 4.6 സെക്കൻഡ്സിലാണ് 0 to 100 എത്താൻ ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. മോഡൽ 3യുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ചോദിക്കാം. ഇത് ദുബായിൽ നിന്ന് വന്നാണ്, നിങ്ങൾക്ക് നമ്പർ പ്ലേറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ എക്സ്പീരിയൻസ്, ടെസ്ല കാർ ഓൺ ചെയ്യുന്നതിൻ്റെ, അത് അല്ലെങ്കിൽ അദ്ദേഹവും BMW ഓഡീസും ഒക്കെ ഓൺ ചെയ്ത് വന്നിരുന്ന ഒരാളായിരുന്നു. എങ്ങനെ ഇലക്ട്രിക് കാർസിനോടുള്ള ഇഷ്ടം തോന്നിയെന്നും, ഇത് ദുബായ് പോലൊരു കൺട്രീസിൽ ഇലക്ട്രിക് കാർസ് അധികം ആളുകൾ വാങ്ങുന്നത് കണ്ടിട്ടുണ്ടാവില്ല. കാരണം അവിടുത്തെ പെട്രോൾ പ്രൈസ് നമ്മുടെ നാട്ടിലെ പോലുള്ള പെട്രോൾ ഫ്യൂവൽ എക്സ്പെൻസ് അല്ല അവിടെ വന്നിരിക്കുന്നത്. ഇപ്പോഴേ ഏകദേശം കൂടിയിട്ടുണ്ട്, 3-4 ദിറംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, നാട്ടിലെ പ്രൈസിന് അടുത്തൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. എങ്കിലും അവിടെ അധികം ആളുകൾ ഇലക്ട്രിക് ഡിപ്പെൻഡ് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ എന്തുകൊണ്ട് ഇലക്ട്രിക് കാർ എടുത്തു, അത് നാട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള ഫീൽ എന്താണ്, ഇതെടുത്തിട്ട് IC എഞ്ചിൻ കാർസ് യൂസ് ചെയ്യാൻ തോന്നാറുണ്ടോ എന്നുള്ള പല രസകരമായ കാര്യങ്ങളും ഇതിൻ്റെ പിന്നിലുള്ള കുറച്ച് സ്റ്റോറീസൊക്കെ ആയിട്ട് നമ്മുടെ കിടിലൻ്റെ ഒരു വീഡിയോയിലേക്ക് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമ്മുടെ ടെസ്ലയുടെ ഓണർ ഇതാണ്. ഹായ് സൈദേട്ട. ഹായ്, നമസ്കാരം. വെൽക്കം ടു ചാനൽ. താങ്ക് യു. അപ്പം ടെസ്ല കേരളത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു വണ്ടി, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇല്ലാത്തൊരു ബ്രാൻഡിനെ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നു. അതെ, ഇവിടെ ഉള്ളവരെയൊക്കെ ഒന്ന് ടെസ്ല ഒന്ന് പരിചയപ്പെടുത്താൻ സഹായിച്ചത്. കാരണം ഇത് കാണുമ്പോൾ ഒരു ഭയങ്കര സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കും അല്ലേ? നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നേരിട്ട് ഇത് കാണുന്നത് വേറൊരു ഫീലാണ്. അതിൻ്റെ ആ ഒരു ഹെഡ് ലാമ്പ്സും അല്ലെങ്കിൽ ആ ഒരു അലോയുടെ ഡിസൈനോ. അതെ അതെ അല്ലേ? അതെ. ഈ വണ്ടി ആദ്യമായിട്ട് കൊണ്ടുവന്ന ഞാനല്ല, ഇന്ത്യയിലും കേരളത്തിലും അത് മുമ്പേ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വേറൊരു യൂട്യൂബർ കോഴിക്കോട് എവിടെ ചെയ്തത് കണ്ട്
പക്ഷേ നമ്മളുടെ നാട്ടിൽ വളരെ കുറവാണ്. ഇപ്പോൾ ഈ കറൻ്റ്ലി കേരളത്തിൽ വേറെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇല്ലെന്നാണ് എൻ്റെ അറിവ്. അതെ, എന്നാലും ഇത് കാണുമ്പോൾ ആളുകൾക്ക് ഭയങ്കര സന്തോഷം. ആ സന്തോഷം കാണാൻ തന്നെയാണ് ഞാൻ അതാണ് നമ്മുടെ സന്തോഷം. അതെ. അപ്പോൾ ഞാൻ അവിടെ ഇത് കൊണ്ടുവരാനുള്ളൊരു കാരണം ദുബായിൽ വളരെ ഇഷ്ടത്തോടെ ഇത് വാങ്ങിയിട്ട് കുറച്ച് നാളായി. 2020 ഡിസംബറിൽ വാങ്ങിയതാണ്. 2017 മുതലാണ് അതെ അവിടെ സ്റ്റാർട്ട് ചെയ്തത്. അതെ 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 20 സ്വന്തമാക്കി. ഞാൻ 2018 പോയി ഇത് ആദ്യമായിട്ടൊന്ന് കണ്ടു, ഷോറൂമിൽ കണ്ടു. അന്ന് പ്ലാൻ ചെയ്തതാ എന്തായാലും ഒരെണ്ണം വാങ്ങണമെന്ന്. 20 വാങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഈ ഒരു വണ്ടി എല്ലാവർക്കും പ്രിയപ്പെട്ട വണ്ടിക്കൊരു പ്രത്യേകതയുണ്ട്. അവർക്ക് ആ വണ്ടി ഓടിച്ച് മതിയാവത്തില്ല, എപ്പോഴും പുതിയതുപോലെ ഇരിക്കും. അങ്ങനെ ഒരു കാറ്റഗറിയിൽ എനിക്ക് പെടുന്ന ഒരു വണ്ടിയാണിത്. അതായത് അതെ, അതേ അവസ്ഥയാണ്. ഇപ്പൊ ആദ്യം ചെറിയൊരു പോറലൊക്കെ വരുമ്പോൾ നമുക്കൊരു കുറച്ച് പെയിൻ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ പോറൽ വന്നല്ലോ. ഇപ്പൊ അത് പഠിച്ചു, എവിടെ എന്ത് വന്നാലും നമുക്ക് റിപ്പയർ ചെയ്യാമല്ലോ എന്ന്. അതെ അതെ. അങ്ങനെ അവിടുന്ന് ഇവിടേക്ക് നാട്ടിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു അവിടത്തേക്കാൾ ഫീലാണ് ഇവിടെ ഓടിക്കാൻ. കാര്യം ഞാൻ 2020 എടുത്തപ്പോൾ മലയാളികൾക്ക് അധികം ഈ വണ്ടിയില്ല. അപ്പോൾ എവിടെ മോളുകളിലൊക്കെ പോയാലും ആളുകൾ വരിക, ഫോട്ടോ എടുക്കുക, പിന്നെ ചോദിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ പോപ്പുലർ ആണല്ലോ, അതെ, ബ്രാൻഡ് പോപ്പുലർ ആണ്. പിന്നെ ആളുകൾക്ക് ഇലക്ട്രിക് കാറിനോട് പേടിയാണ്. അതായത് റിലയബിലിറ്റി ഉണ്ടോ, അത് ചാർജിൻ്റെ അതൊക്കെ നമുക്ക് വഴിയെ സംസാരിക്കാം. പക്ഷേ പോകെ ഇപ്പോൾ 2024 ആയപ്പോഴത്തേന് ടെസ്ല എന്ന് പറയുന്നത് സാധാ വെഹിക്കിളായി അവിടെ ദുബായിൽ. അവിടെ ഒരു 100ൽ 5 വെഹിക്കിൾ കാണാറുണ്ടോ? അതിൽ കൂടുതൽ കാണാറുണ്ട്. അതിനൊരു കാരണം ടാക്സി, നമ്മുടെ ദുബായ് ടാക്സി, ഷാർജ ടാക്സി, ടെസ്ല ഇൻക്ലൂഡ് ചെയ്തു അവരുടെ ഫ്ലീറ്റിൽ. അത് ആക്ച്വലി നമ്മളൊരു അവർ ഏറ്റവും നല്ല വണ്ടികളാണ്, എക്കണോമിക്കലും അവർക്ക് ഫിനാൻഷ്യലി ഓക്കെ ആവുന്ന വണ്ടികളാണ് അവരുടെ ഫ്ലീറ്റിലേക്ക് കയറ്റുന്നത്. മുമ്പ് വന്നിട്ടുള്ള ടൊയോട്ടയുടെ ക്യാമറിയാണ് അവർ ഏറ്റവും കൂടുതൽ കയറ്റിയത്. അതെ, ചില ആളുകൾ പറയും, അയ്യോ ഇതിവിടെ ടാക്സി ആയിട്ട് ഒരുപാടുണ്ടല്ലോ. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒരേ സമയം പ്രൈഡാണ്. പക്ഷേ ചില ഒരു കാര്യത്തിൽ വണ്ടി ഒരുപാട് വന്നപ്പോൾ ഇവർ സൂപ്പർ ചാർജർ നെറ്റ്വർക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കഞ്ചഷൻ കുറച്ച് കൂടി. ഇപ്പം അത് അവർ കൺട്രോൾ ചെയ്തു. കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിന് സൂപ്പർ ചാർജർ ഉപയോഗിക്കാൻ പാടില്ല, ഒൺലി നമ്മുടെ കസ്റ്റമേഴ്സിന് മാത്രമേ പറ്റുള്ളൂ. അതാണ് ആ ഒരു എക്സ്പീരിയൻസ്. പറഞ്ഞു വന്നത്, അത് നാട്ടിലേക്ക് വന്നപ്പോൾ ഞാനിപ്പോൾ ബാക്ക് ടു 2020 പോയതുപോലായി. അതായത് ഇവിടെ വരുമ്പോൾ എല്ലാവരും നോക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമ്മൾ ദുബായ് നമ്പർ പ്ലേറ്റ് ആണ്. പിന്നെ 2, ഇങ്ങനൊരു വണ്ടി ആർക്കും ഇവിടെ കണ്ടിട്ടില്ല. ചിലവർക്ക് പേര് പോലും അറിയില്ല. പക്ഷേ കുട്ടികൾ അവരിതിന്റെ ഫോളോവേഴ്സാണ്. കുട്ടികൾ വന്ന് വാവ് ടെസ്ല എന്ന് പറഞ്ഞ് ഓറക്കെ വിളിച്ചു പറയാം. അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. എലോൺ മസ്ക് ഒക്കെ ഇപ്പൊ എല്ലാവരുടെയും അതെ ഇതിലുള്ള ആളാണല്ലോ. അപ്പൊ ആ രീതിയിൽ തന്നെ ഒരു പോപ്പുലാരിറ്റി ഉണ്ട് വണ്ടിക്ക്. പിന്നെ ദുബായ് സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ടാക്സി അല്ലാത്ത വണ്ടികളൊന്നുമില്ല. കല്ലിനാൻ വരെ ടാക്സികൾ കാണും. എല്ലാ വണ്ടികളുടെയും ടാക്സീസ്. പിന്നെ ടാക്സി ഇവിടെ നമ്മളുടെ ബോബി ചെമ്മന്നൂർ എന്ന് പറയുന്ന ആള് ഇത് കൊണ്ടുവന്ന റോൾസ് റോയ്സ് കൊണ്ടുവന്നു. അപ്പോൾ അത് ടാക്സി എന്നുള്ള രീതിയിൽ നമുക്ക് വണ്ടികളെ കുറച്ച് കാണേണ്ടതില്ല. ഇപ്പം ദുബായിൽ BMW ഒരു ടാക്സി ഉണ്ട്, BMW ഉണ്ട്, ബാക്കിയുള്ള എല്ലാ ടാക്സീസ് കോമൺ ടാക്സിയുടെ കാര്യം ഉദ്ദേശിച്ചത്. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇത് കണ്ടപ്പോൾ ഒരുപാട് പേര് ഈ ഇലക്ട്രിക് കാർ ഇഷ്ടമില്ലാത്ത പേര് അതിന് ഇത് ടാക്സിയാണ്, അതല്ലെങ്കിൽ പിന്നെ എന്തോ ഗാർബേജ് ആണ്, അങ്ങനെ കുറേ കമൻസ് ഞാൻ കണ്ടിരുന്നു. അവരോടൊക്കെ സ്നേഹത്തോടെ പറയാനുള്ളത്, വളരെ നല്ല വണ്ടിയാണ്, നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇലക്ട്രിക് കാർ ഇഷ്ടപ്പെടും എന്ന് കരുതി നമ്മളുടെ നോർമൽ പെട്രോൾ കാറിനെ ഒട്ടും കുറച്ച് കാണുന്നില്ല. അവർക്ക് പെട്രോൾ കാറിനോടുള്ള ഇഷ്ടം നമ്മൾ അതേപോലെ ഉണ്ട്, അത് ബഹുമാനിക്കുകയും ചെയ്യുന്നു. നമുക്കും ആ വണ്ടി ഇഷ്ടമാണ്. അദ്ദേഹവും കുറച്ചുനാൾ BMWസും അതുപോലെ ഓഡി ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓഡി യൂസ് ചെയ്തിട്ടുണ്ട്, BMW Z4 പിന്നെ ഉണ്ടായിരുന്നു. പിന്നെ അത് ആക്ച്വലി എനിക്ക് പണ്ട് കമ്പനിയുടെ ഇതിൽ യൂസ് ചെയ്തിരുന്നു. പക്ഷെ ഞാൻ സ്വന്തമായിട്ട് എടുത്തത് A5 എടുത്തു, BMWയുടെ നമ്മുടെ ആ സ്പോർട്സ് കാർ ഉണ്ടല്ലോ. പിന്നെ Q3 എടുത്തിരുന്നു. Q3 എടുത്ത സമയത്താണ് ഈ വണ്ടി എടുത്തത്. Q3 കുറച്ച് കോമ്പാക്ട് SUV ആണ്. പിന്നെ ബാക്കിയുള്ള വണ്ടികൾ മൊത്തം ഞാൻ പറയുന്നില്ല. എനിക്ക് ഇതിലേക്ക് പോകാനാണ്, ഇലക്ട്രിക് കാറാണ് എനിക്ക് ഏറ്റവും ഇപ്പോൾ ഇഷ്ടം. എന്തായാലും വേറൊരു ഇലക്ട്രിക് കാർ കൂടെ എടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് എടുത്ത ഏതാണ് നമുക്ക് വീഡിയോയിൽ സംസാരിക്കാം. ഏതായാലും നമുക്ക് ഇതിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം അല്ലേ? അതെ.
അപ്പം ടെസ്ല ആദ്യം സ്വന്തമാക്കി 2017 മുതലുള്ള ആഗ്രഹം, അതല്ല അതിന് മുമ്പേ ഉള്ള ആഗ്രഹം ഒരു 20 സാക്ഷാത്കരിച്ചു. അതെ, അവിടുത്തെ മലയാളികളുടെ ഇടയിൽ ആദ്യത്തെ വണ്ടിയാണെന്ന്. ആദ്യത്തെ അല്ല, ഒരുപാട് മലയാളീസ് ഉണ്ട്. വേറൊരു കാര്യമുണ്ട്, നമ്മൾ വളരെ കുറച്ച്, എന്നെ പോലെ കുറച്ച് പേരേ ഉള്ളൂ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ മുമ്പിൽ എന്തോ മേ ബി പ്രൈഡായിട്ട് കാണിക്കാൻ ഇതുള്ളൂ. മറ്റു പലർക്കും ഒരുപാട് ബിസിയുള്ള ആളുകൾക്ക് അതവരുടെ ഒരു ഡെയിലി യൂസ്, അതിന് പ്രത്യേകിച്ച് മറ്റുള്ളവരോട് പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ വണ്ടിയെ സ്നേഹിക്കുന്നവർക്കേ അതൊരു വണ്ടി എടുത്ത് ഒരു പ്രൈഡായിട്ട് കാണാൻ പറ്റും. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചെടുത്തു മറ്റുള്ളവരെ കാണിക്കുമ്പോൾ അവർ പറയുന്ന ഇതും സന്തോഷവും ഒക്കെ വരുമ്പോൾ നമുക്കൊരു അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഞാൻ കാണാത്തത് എത്രത്തോളം മലയാളികൾ അന്ന് എടുത്തിട്ടുണ്ടോ. എന്തായാലും അന്ന് സ്വന്തമാക്കി. ഈ വണ്ടി സ്വന്തമാക്കാനുള്ളൊരു കാരണം എന്താന്ന് പറയാം, ഞാൻ പണ്ട് ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ടാവും. എന്നാൽ എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഇതുപോലൊരു കാറ് ബാറ്ററിയിൽ ഓടുമായിരുന്നെങ്കിൽ, അന്നൊന്നും ഞാൻ കേട്ടിട്ട് പോലില്ല, ബാറ്ററിയിൽ ഓടാൻ സാധിക്കും, ഓടിക്കഴിഞ്ഞാൽ അത് എത്ര ദൂരം പോകും, അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് മഹീന്ദ്രയുടെ റെവ ഫസ്റ്റ് ജനറേഷൻ 2000 ഇവിടെ വന്നു. അതെ, അപ്പോഴേ ആ റെവ കാണുമ്പോഴേ എനിക്ക് അതുപോലുള്ളൊരു ഇലക്ട്രിക് കാറുകൾ വാങ്ങാനൊരു ആഗ്രഹമുണ്ട്. പക്ഷേ അതിങ്ങനെ ഫോളോ ചെയ്തു, അവരുടെ എന്തോ വെറീറ്റോ അങ്ങനെ കുറേ കാറുകളൊക്കെ വന്നല്ലോ. ഇതൊക്കെ ഇരിക്കുമ്പോഴും പിന്നീടാണ് ടെസ്ലയെ കുറിച്ച് നമ്മൾ ദുബായിൽ കേൾക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ മോഡല് ഞാൻ അതിൻ്റെ സൈറ്റിൽ കണ്ടപ്പോൾ ഈ വണ്ടിയാണ്, മോഡൽ 3 ആണ് കണ്ടത്. സൈറ്റിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതിനകത്ത് സ്വിച്ചൊന്നും ഇല്ലല്ലോ, ഇതെങ്ങനെയാണ്. അത് അത്ര ഒരു പുറമേ നിന്നുള്ള ലുക്ക് ഭയങ്കര ഇതായെങ്കിലും അകത്ത് എനിക്ക് വലിയ ഇഷ്ടമായില്ല. അന്നത്തെ ഒരു കോൺസെപ്റ്റ് ആണല്ലോ, കുറെ സ്വിച്ചസിന്റെ എണ്ണം കൂടുന്നതാണ് ലക്ഷറി കൂടുന്നതെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ 24 ഒക്കെ ആയപ്പോഴത്തേക്ക് പല വണ്ടികൾക്ക് അതാണ് അവസ്ഥ. അതെ അതെ അതെ, സത്യമാണ്. അപ്പോൾ ഇത് 2020 തൊട്ടേ അത് കണ്ടുവരുന്നു. അതെ അതെ. എന്നിട്ട് ഞാനിത് ടെസ്ല ദുബായിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ദുബായിൽ വന്നപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ കാര്യം പറഞ്ഞു, നമ്മൾ ദുബായിൽ വന്നപ്പോൾ ആ സമയത്ത് യൂട്യൂബേഴ്സ് ഒരുപാട് പേര് അവിടെ പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് മലയാളീസ് ഇങ്ങനെ ചുമ്മാ പോയി എൻക്വയറി ചെയ്യുകയോ കാണുവാണെന്ന് അവർക്കൊരു ഇതുണ്ട്. അപ്പോൾ അവർ നമ്മളെ അധികം മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാനും എൻ്റെ സുഹൃത്തും ധനുഷും കൂടെ അവിടെ പോയി ഇത് കഴിച്ചപ്പോൾ അവർ നമ്മളോട് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും അവർ ഇതായില്ല. നമ്മൾ പോയി ചുറ്റി കറങ്ങി അതേ ഉള്ളൂ. പിറ്റേ ദിവസം നമ്മൾ കുറച്ചുകൂടെ നമ്മൾ അന്ന് ശ്രദ്ധിച്ചു, അവർ കൂടുതലും ഇത് നോക്കുന്ന എക്സിക്യൂട്ടീവ് ആയിട്ട് പോകുന്ന ആളുകളെ, പിന്നെ അറബ്സിനെ അവർ കുറച്ചുകൂടെ കെയർ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് കിട്ടിയാൽ നല്ലതാണെന്ന് വിചാരിച്ച് പിറ്റേന്ന് നമ്മൾ വെൽ ഡ്രസ്ഡ് ആയിട്ട് അങ്ങോട്ടേക്ക് ചെന്നപ്പോഴത്തേന് അവർ എക്സ്പ്ലെയിൻ ചെയ്തു. അതിൻ്റെ വീഡിയോ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അതായത് അന്ന് എനിക്ക് അവർ ടെസ്റ്റ് ഡ്രൈവ് വന്നത് മോഡൽ എക്സ് ആണ്. ഭയങ്കര രസമാണ്. അന്നാണ് ഞാൻ എൻ്റെ ഇൻസ്റ്റൻറ്റ് പവർ കണ്ടത്. അപ്പോൾ എൻ്റെ കൂടെ ധനുഷ് എന്ന് പറഞ്ഞ എൻ്റെ കൊളീഗുണ്ട്. അപ്പോൾ പുള്ളിക്കാരന് പോലും അറിയത്തില്ല ഇത് നമ്മൾ ഒരിക്കൽ എടുക്കുമെന്ന്. പുള്ളിക്കാരൻ പറഞ്ഞു, എടാ ഇതൊക്കെ അടിപൊളി വണ്ടിയാണ്, നമുക്ക് കിട്ടിയാൽ നല്ലതാ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിത് എടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമായത് എൻ്റെ സുഹൃത്തുക്കൾക്കാണ് ആക്ച്വലി ഞാൻ ഈ ടെസ്ല എടുത്തപ്പോൾ ഏറ്റവും അധികം സന്തോഷമായത്, എൻ്റെ വീട്ടുകാരേക്കാളും. അപ്പോൾ അതിപ്പം ഞാൻ ഇവിടെ നാട്ടിൽ കൊണ്ടുവന്നപ്പോഴും ഏറ്റവും കൂടുതൽ സപ്പോർട്ടും ഇതുമൊക്കെ സുഹൃത്തുക്കളാണ്. അതെ, അതിൽ ഓരോ ആളുകൾ ഇപ്പം എൻ്റെ കൂടെ മെയിൻ എടുത്ത് പറയുകയാണെങ്കിൽ ജോബിൻ എന്ന് പറയും. ഞാൻ ഫ്രണ്ട്സിനെ എടുത്ത് പറയണം, ഞാൻ എവിടെയെങ്കിലും പറയണം, ജോബിൻ, ഇതുപോലെ ധനുഷേട്ടൻ, രജീഷ്, ഇവരൊക്കെ എല്ലാ കാര്യത്തിനും പറഞ്ഞതേ ഉള്ളൂ. അതെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതിനൊക്കെ നമുക്കൊരു ആഗ്രഹമുണ്ട്, നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്ത് അതിൻ്റെ ഇപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്ത് ഇങ്ങനെ വരുന്നെങ്കിലും നമുക്ക് എന്നേക്കാൾ പൈസയുള്ള ഒരുപാട് പേരുണ്ട്. അവർക്ക് ആഗ്രഹമുള്ള ഏറ്റവും വണ്ടികളൊക്കെ വാങ്ങുന്നുണ്ട്. ഞാനിത്തിരി വ്യത്യസ്തമായിട്ട് ഇത് വാങ്ങി. അത് മറ്റുള്ളിടത്ത് ഇല്ലാത്തതുകൊണ്ട്, റെയർ ആയതുകൊണ്ടും ആളുകൾ ശ്രദ്ധിക്കുന്നു. ഇനിയിപ്പോൾ ഇവിടെ വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കിക്കുക, അടുത്ത 1-2 വർഷത്തിനുള്ളിൽ ഒരുപാട് ടെസ്ല ദുബായിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരും. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തന്നെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, ബ്രോ എനിക്ക് മോഡൽ വൈ ഉണ്ട്, മോഡൽ എക്സ് ഉണ്ട്, എങ്ങനെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. കാര്യം മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ ആവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് നെഗറ്റീവിലേക്ക് പോവില്ല. അത് ഒരു കൂട്ടം ആളുകൾക്കെങ്കിലും അത് പോസിറ്റീവിലേക്ക് വരും. ഇവിടെയുള്ള ആളുകൾക്ക് കൂടുതലും വണ്ടികൾ, ഇത് മോഡൽ 3 2020 മോഡലാണ്.
ഇത് കഴിഞ്ഞിട്ട് ഒരു ഫേസ് ലിഫ്റ്റ് ഉണ്ട്. ഏതെങ്കിലും ആളുകൾക്ക് ആ ഫേസ് ലിഫ്റ്റ് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ കാണാം അല്ലേ? അതെ അതെ. ഇപ്പം ഞങ്ങളെപ്പോലെ എന്നെപ്പോലുള്ള വണ്ടി പ്രേമികൾക്കൊക്കെ റോഡിൽ ഒരു വണ്ടി പോകുന്ന കാണുമ്പോഴേ ഭയങ്കര ഒരു സന്തോഷമാണ്. ആ ഒരു സന്തോഷമാണ് ഇവരിങ്ങനെ കൊണ്ടുവരുന്നതുകൊണ്ടൊക്കെ നമുക്ക് കിട്ടുന്നത്. അതെ അതെ. ഗൾഫിലൊക്കെ ഒന്നും പോകാതെ തന്നെ, ദുബായിലൊന്നും പോകാതെ തന്നെ നമുക്ക് ഇവിടെയും അത്രയും സൂപ്പർ കാർസ്, എക്സോട്ടിക്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. അങ്ങനെ വണ്ടി ഇവിടെ എത്തി. അതെ. ഓക്കെ, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇനിയും നമുക്ക് വണ്ടിയുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ടെസ്ല എന്ന് പറയുമ്പോൾ റേഞ്ച് ആങ്സൈറ്റി ഇല്ലാത്തൊരു വണ്ടിയാണ്. ഇലക്ട്രിക് കാർസ് എന്ന് പറയുന്നത് റേഞ്ച് ആങ്സൈറ്റി ആണ് എല്ലാവരുടെയും ഒരു പ്രശ്നം. ആ റേഞ്ച് ആങ്സൈറ്റി ഇല്ലാത്ത വണ്ടിയുടെ റേഞ്ച് അവർ കമ്പനി അവകാശപ്പെടുന്ന റേഞ്ച് എത്രയാണ്? 550 ആയിരുന്നു നമ്മളുടെ ഈ ഒരു മോഡലിന് അവർ അവകാശപ്പെടുന്നത്. അപ്പം എനിക്കൊരു റിയൽ ലൈഫിൽ കിട്ടിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 475 വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ് അത്രയും മീൻസ് ടെസ്ല പോലൊരു ബ്രാൻഡിനെ സംബന്ധിച്ച് പറയുന്ന റേഞ്ച് തന്നെ കിട്ടും എന്ന ആളുകൾ എക്സ്പെക്ട് ചെയ്യും. അതെന്താണ് അത്ര ത്രോട്ടിൽ നല്ല ഹൈ ത്രോട്ടിൽ മീൻസ് അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഈ മാക്സിമം റേഞ്ച് എടുക്കുമ്പോൾ ഇത് 0 ആയി കഴിഞ്ഞാലും ഒരു പർട്ടിക്കുലർ കിലോമീറ്റർ വരെ ഇത് ഓടും. അത് അപ് ടു എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല. ചില സ്ഥലത്ത് പറയുന്നുണ്ട് 60 ആണെന്ന്. ഞാൻ ഇതേവരെ 0 എത്തിച്ചിട്ടില്ല. പക്ഷേ അതെ 6% 0 എത്തിക്കഴിഞ്ഞാൽ ഇത് നിൽക്കില്ല, അത് ഉറപ്പാണ്. പിന്നെ ഞാൻ 6% വരെ ഇത് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് എത്തിച്ചിട്ടുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നത് ആ ഒരു ഏകദേശം അവർ പറയുന്ന ഇതിലേക്ക് എത്തും. പിന്നെ എന്താണ് ഈ റേഞ്ചിൻ്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത്, ഇവർ ടെസ്റ്റിംഗ് പീരീഡിൽ പറയുന്നതാണ് ഈ 550. പക്ഷേ ഓരോ ആളുകളുടെയും ഡ്രൈവിംഗ് രീതിയെ പഠിച്ചിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു ഇത്ര കിലോമീറ്ററിൻ്റെ ഡ്രൈവിംഗ് രീതി പഠിച്ചിട്ടാണ് ഇത് പ്രഡിക്റ്റ് ചെയ്യുന്നത് അടുത്തത്. അപ്പം അതിൽ നമ്മളിപ്പം ത്രോട്ടിലിപ്പം ഹെവി ആയിട്ട് കൊടുക്കുകയോ അതല്ലെങ്കിൽ കുറച്ച് ഹിൽ ഉള്ള ഏരിയയിലൊക്കെ പോവുകയോ അതും അല്ലെങ്കിൽ നമ്മളുടെ വെതർ കണ്ടീഷനും വിൻഡിനും ഒക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് നമ്മളുടെ റേഞ്ചിന്. അതിൻ്റെ വ്യത്യാസം വരും. അതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം, നമുക്ക് നമ്മുടെ വീൽസ് നോക്കുകയാണെങ്കിൽ ഈ വീൽസിൽ ഒരു എയറോ ഡൈനാമിക് വീൽ കപ്പ് അവർ ഈ വീൽ കപ്പ് ഊരി മാറ്റിയാൽ തന്നെ ഒരു സർട്ടൺ കിലോമീറ്ററിന്റെ ഡിഫറൻസ് നമുക്ക് വരും. അത് ശരി. അതായത് എനിക്ക് തോന്നുന്നത് ഒരു 20 to 40 കിലോമീറ്റർ നമുക്ക് വ്യത്യാസം വരാനുള്ള ചാൻസ്. അത് ശരി. അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ കീപ്പ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് ആ വീൽസ് ഊരി മാറ്റിയിട്ട് അതിനകത്ത് അലോയ് വീലാണ്, അതിനകത്ത് നട്ടൊക്കെ മേടിച്ചിട്ട് വീൽ കപ്പ് പോലെ കിടക്കുന്നത്. അതെ അതെ അതെ. അത് എയറോ ഡൈനാമിക്കിന് വേണ്ടി റേഞ്ച് അതും ഇംപ്രൂവ് ചെയ്യുന്നു. ഓക്കെ, ഏതായാലും ഒരു 18 ഇഞ്ച് ബിഗ് സൈസ് 18 ഇഞ്ച് ആണെങ്കിലും പെട്ടെന്ന് കണ്ടാൽ ചിലപ്പോൾ 20 ഇഞ്ച് ആണെന്നൊക്കെ തോന്നിപ്പോൾ അടുത്ത് നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ അത്രയും സൈസുള്ള വലിയ 235 സൈസാണ് ടയേഴ്സ് ഒക്കെ വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ അതാണ് റേഞ്ചിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ അവിടെ ഈ റേഞ്ചിനെ കുറിച്ച് നമ്മൾ ഒരുപാട് തിങ്ക് ചെയ്യത്തില്ല. എസ്പെഷ്യലി ഇൻ ദുബായ്, യു എയിൽ നമ്മളെ 7 എമിറേറ്റ്സിലും സ്പ്രെഡ് ചെയ്തിട്ട് സൂപ്പർ ചാർജിങ് നെറ്റ്വർക്ക് ഉണ്ട്. സൂപ്പർ ചാർജിങ് നെറ്റ്വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്ലയുടെ ഏറ്റവും സെല്ലിംഗ് പോയിന്റ് അവരുടെ സൂപ്പർ ചാർജിങ് നെറ്റ്വർക്ക്, അവരുടെ USP ആണ് അത്. അതെ, അതിന്റെ പ്രത്യേകത ഇവിടെ ഇന്ത്യയിൽ കിയയ്ക്ക് മാത്രം കൊടുക്കുന്ന ഒരു ഇതാണ് അൾട്രാ ഫാസ്റ്റ് സൂപ്പർ ചാർജർ, അല്ല ഷോറൂമിലുള്ളത്. അതെ, അവിടെ ഷോറൂമിലുള്ളത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 240 കിലോ വാട്ടാണ് അതിന്റെ ടോട്ടൽ പവർ. നമുക്ക് അത് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ഗണ്ണേ ഉള്ളൂ. പക്ഷേ ടെസ്ലയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 7 എമിറേറ്റ്സിലും ഉള്ള എല്ലാ സ്റ്റേഷൻസിലും 8 മുതൽ 16 വരെയുള്ള ഗൺസ് അവിടെ ഉണ്ട്. അതായത് സൂപ്പർ ചാർജസ് മാത്രം. അത് മാത്രമല്ല, നമ്മൾ 0 to 80% ആവാൻ 20 മിനിറ്റ്സേ വേണ്ടുള്ളൂ. പിന്നെ 0 to 100 ആവാൻ വേണ്ടി മാക്സിമം 40 മിനിറ്റ്സ്, പിന്നെ ചിലപ്പോൾ 1 അവർ എടുക്കും. അത് അപ് ടു നമ്മൾ അവിടുത്തെ ആ ഒരു ചാർജർ നമ്മളുടെ വണ്ടിക്ക് ഡെലിവറി ചെയ്യുന്ന അല്ലെ ഡ്രോ ചെയ്യുന്ന പവറിനനുസരിച്ച്. ഇവിടെ 1 അവർ 1.5 hours ഇവിടെ ഒരു മന്തിയും ബിരിയാണിയും കഴിച്ചിട്ട് വന്നാലേ ചാർജ് ആവുള്ളൂ. പക്ഷേ അവിടെ ഒരു സാൻഡ്വിച്ചും ചായയും കുടിച്ച് നമ്മൾ നോർമലി അവിടെ ഒരു സൂപ്പർ ചാർജിങ് ഇതിലേക്ക് പോവുക, വണ്ടി നിർത്തി ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി റെസ്റ്റ് റൂം ഉണ്ടല്ലോ, അവിടെ പോയിട്ട് നമ്മൾ വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി തിരിച്ചു വരുമ്പോഴത്തേന് ഏകദേശമായി ചാർജ്. അപ്പോൾ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഈ ഫ്യൂവൽ സ്റ്റേഷനിൽ പോകുന്ന ലാഘവത്തോടെ ഇത് വരാം. അപ്പോൾ എന്തുകൊണ്ടാണ് ടെസ്ല മാത്രമേ അവിടെ ഇലക്ട്രിക് കാറായിട്ട് ആളുകൾക്ക് ഇപ്പോഴും വറി ഫ്രീ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ? അതിൻ്റെ ഒരേ ഒരു കാരണം സൂപ്പർ ചാർജറാണ്.
ടെസ്ലയെ ബ്രേക്ക് ചെയ്തിട്ട് UAE വേറൊരു ഇലക്ട്രിക് കാറിന് കയറി വരാൻ പറ്റാത്തതിൻ്റെ ഒരു റീസണും അവർക്ക് ചാർജിങ് നെറ്റ്വർക്ക് ഇല്ലാത്തതാണ്. സൂപ്പർ ചാർജർ കറൻ്റ്ലി ടെസ്ലയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സൂപ്പർ ചാർജർ മറ്റ് ബ്രാൻഡ്സിൻ്റെ ചാർജിങ് കപ്പാസിറ്റി ഉള്ള വണ്ടികൾക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ലേ? ഇല്ല, ഇവരത് കൊടുക്കില്ല. അത് കറൻ്റ്ലി ടെസ്ലയുടെ വെഹിക്കിളിന് മാത്രമായിട്ട് ലോക്ക് ചെയ്തേക്കുവാണ്. അതായത് അവർ ഇത് കണക്ട് ചെയ്താൽ സിസ്റ്റം അപ്രൂവ് ആവണം അതിനകത്തേക്ക് ചാർജ് ആവാനായിട്ട്. പിന്നുള്ളൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ചാർജിങ് നെറ്റ്വർക്ക് കറൻ്റ്ലി UAE ഫ്രീ ആണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ ഫ്രീ ആയിട്ടാണ് ചാർജ് ചെയ്യുന്നത്. അത് ഭയങ്കര. ബാക്കിയുള്ള രാജ്യങ്ങളിൽ US പോവുകയാണെങ്കിൽ നമുക്ക് സൂപ്പർ ചാർജറിന് പൈസ കൊടുക്കണം. ഇവിടെ UAE ഉടനെ ആവും. പക്ഷേ കറൻ്റ്ലി അവിടെ നമുക്ക് തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നുള്ളൊരു സപ്പോർട്ട് ആയിരിക്കുമല്ലോ. അല്ലല്ല, അത് ടെസ്ല ബ്രാൻഡിന്റെ ഭാഗത്തു നിന്നുള്ള അവരെ ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി അവർ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് ഒരുപാട് പൈസയും ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ്. കുറച്ച് വർഷത്തേക്ക് അത് ഉണ്ടാവുള്ളൂ. മേ ബി ചിലപ്പോൾ ഈ വർഷമോ അടുത്ത വർഷമോ നിർത്തിയേക്കാം. നമ്മുടെ ജിയോ ഒക്കെ കൊണ്ടുവന്ന പോലെ ആദ്യത്തെ എത്ര നാള് നമുക്ക് ഫ്രീ ആയിരുന്നു അല്ലേ? അതുപോലെ ആയിരിക്കും. എന്തായാലും നല്ല മഴ വരുന്നു, നമുക്ക് ബാക്കി ഇന്റീരിയറിൽ ഇരുന്ന് സംസാരിക്കാം. അതാണ് നല്ലത്. സോ നമ്മൾ ടെസ്ല മോഡൽ 3 ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കയറിയിരിക്കുന്നു. അകത്തോട്ട് കയറുമ്പോഴേ ആ ഒരു വൈറ്റ് ഇന്റീരിയർ വല്ലാത്തൊരു വൈറ്റ് ആണ് സീറ്റ്. അത് ഈ ഒരു വൈറ്റ് ഒക്കെ എടുക്കണമെങ്കിൽ ഒരു ധൈര്യം വേണം, പ്രത്യേകിച്ച് കുട്ടികളുള്ളപ്പോൾ. അതെങ്ങനെ തോന്നുന്നു? അത് എനിക്ക് കുഴപ്പമില്ല. അതായത് ഞാൻ ആദ്യം എടുക്കുമ്പോൾ ഒരു ചെറിയൊരു വറി ഉണ്ടായിരുന്നു എങ്ങനെ വൈറ്റ് എടുത്താൽ പ്രശ്നമാകുമെന്ന്. പക്ഷെ മിക്ക സ്ഥലത്തും ആളുകൾ പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു ജസ്റ്റ് ഒരു ബേബി വൈപ്പർ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ക്ലീൻ ചെയ്യാം. ഈ റോഡ് കണ്ടിട്ട് അടി തട്ടുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അതാണ് വേറെ ഫാക്ടർ ഉള്ളത്. ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവായതുകൊണ്ട് എങ്ങനെ പോകുന്നു നമ്മുടെ നാട്ടിലെ യൂസ് ഒക്കെ? ഈ പല സ്ഥലത്തും പോകുമ്പോഴേ നമുക്ക് ഏതെങ്കിലും അകത്തെ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു ഷോപ്പിലേക്ക് കയറുമ്പോഴാണ് ആ ഒരു ടെൻഷനുള്ള. അല്ലാതെ നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു യാത്രാസുഖത്തെ പറ്റി ഒന്ന് അറിയണം. കാരണം ഇത് ഏകദേശം 4 വർഷമായിട്ട് ഉപയോഗിക്കുന്നു. എത്ര കിലോമീറ്റർ ആയിട്ടുണ്ടെന്ന് നമുക്ക് ഡയറക്റ്റ് നിങ്ങൾ തന്നെ കേട്ടോ. എത്ര കിലോമീറ്റർ ആയി? ഇതിപ്പം ഞാൻ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. 1,06,686 കിലോമീറ്റർ. 1,07,000 കിലോമീറ്റർ ആകുന്ന വണ്ടിയാണ് ഈ ഒരു ടെസ്ല 4 വർഷം കൊണ്ട്. അപ്പം അതിപ്പോ ദുബായ് റോഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ദൂരമല്ല എങ്കിലും 4 വർഷം കൊണ്ട്. അപ്പം ഡെയിലി അത്യാവശ്യം എല്ലാ ഇതിൽ തന്നെയാണ്. ഓക്കെ, അതിന്റെ ഒരു എക്സ്പീരിയൻസ് ലോങ് ഡ്രൈവിൽ എന്തായാലും സെഡാൻ എടുത്തത് യൂസ് ആയിട്ടുണ്ടാവും. ലോങ് ഡ്രൈവിൽ ഇതിപ്പം എനിക്ക് മുമ്പ് Audi Q3 ആയിരുന്നു ഇത് ഉണ്ടായിരുന്ന സമയത്ത്. അതായത് Audi Q3 ഉള്ളപ്പോഴാണ് ഞാൻ ഇത് എടുത്തത്. അപ്പം ഞാൻ എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ ഒരു 5 മാസം ഞാൻ ആ വണ്ടി കീപ്പ് ചെയ്തിരുന്നു. ഇനി ഇൻ കേസ് ഇലക്ട്രിക് കാർ മാത്രം നമുക്ക് പറ്റില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. പക്ഷെ 5 മാസം കഴിഞ്ഞിട്ട് അതിങ്ങനെ വെറുതെ കിടക്കുന്ന കണ്ടിട്ട് ഞങ്ങൾ പിന്നെ അതങ്ങ് കൊടുത്തു. അതും ഈ പറയുന്ന കണക്ക് 20,000 കിലോമീറ്റർ താഴെ ഓടിയിട്ടുള്ളായിരുന്നു. അതങ്ങ് കൊടുത്തു. അപ്പം കാര്യം മൊത്തം നമ്മൾ ഇതാ യൂസ് ചെയ്യുന്നത്. ലോങ് ഡ്രൈവ് പോവാനാണെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഇതിന്. ഇതെടുത്ത് പിന്നെ ഓട്ടം കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. കാര്യം നമ്മൾ ആവശ്യമില്ലാത്ത എല്ലാ കാര്യത്തിനും പോകും. ഇപ്പൊ ഫ്രണ്ട്സ് എന്തെങ്കിലും കാര്യത്തിന് ടെസ്ല അല്ലേ, കറണ്ടിനും പൈസ കൊടുക്കണ്ട, അവിടെ നമുക്ക് പൊക്കളയാവുന്ന ജബൽ ജേസിലൊക്കെ പോകാറുണ്ട് ഞങ്ങള്. അവിടെ ഇട്ട് ഫോട്ടോ എടുത്തതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാണിക്കാം. തീർച്ചയായും ഞാൻ അത് തരാം, സൈഡിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പം അവിടുത്തെ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസിൽ എത്ര കിലോമീറ്റർ മീൻസ് ഇതിന്റെ ഒരു ഇത്രയും കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. അവിടുത്തെ റോഡ്സിനെ സംബന്ധിച്ചിടത്തോളം 200-300 കിലോമീറ്റേഴ്സ് ഒക്കെ അനായാസം ട്രാവൽ ചെയ്യാൻ പറ്റും. അത്രയും കിലോമീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂ വരാറുണ്ടോ? ഇല്ല, അങ്ങനൊരു ക്ലൈമറ്റ് അതായതുകൊണ്ടാണ്. ഈവൻ നമുക്ക് അങ്ങനെ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ, ഹീറ്റിംഗ് വാർണിംഗ് അങ്ങനെ ഒന്നും ഇന്നേ വന്നിട്ടില്ല. ഒന്നുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ വണ്ടി വെറുതെ ഇട്ടിരിക്കുകയാണെങ്കിൽ പോലും നമ്മളുടെ വണ്ടിയുടെ ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് ടെസ്ലയുടെ മെയിൻ കൺസേൺ ആണ്. അതിപ്പോൾ വാട്ടർ കൂളിംഗ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് നമ്മൾ വണ്ടി ഉപയോഗിച്ചിട്ടില്ലെങ്കിലും വെതർ കണ്ടീഷൻ മാറുന്ന അനുസരിച്ച് നമ്മുടെ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ആ ബാറ്ററി ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യും. അതിപ്പോൾ ഒരുപാട് തണുപ്പാണെങ്കിൽ അതിനൊരു സർട്ടൺ ഹീറ്റ് ഉണ്ട്, അതിലേക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും. ചൂടാണെങ്കിൽ കൂൾ ഡൗൺ ചെയ്യും. നമുക്ക് ഹീറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ എത്ര കിലോമീറ്റർ വരെ ഒറ്റ സ്ട്രെച്ചിൽ അല്ലെങ്കിൽ എത്ര ടൈം ഓടിച്ചിട്ടുണ്ട്? നമ്മൾ ഒരു ദിവസം അങ്ങനെ ഒറ്റ സ്ട്രെച്ച് എന്ന് പറയാൻ പറ്റാത്ത കാര്യം, ദുബായ് അറിയാമല്ലോ, നമ്മളെ UAE ഇതുപോലൊരു വലിയൊരു സ്ഥലമല്ല, നമുക്ക് ഒരുപാട് ഓടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. എന്നാലും ഞാൻ റാസൽ ഖൈമയിൽ നിന്ന്
അബുദാബി വരെ ഡയറക്റ്റ് പോയി അതേ ദിവസം തിരിച്ചു വന്നു. അത്യാവശ്യം നല്ല ലെങ്ത് ആണല്ലോ. അത് ഏകദേശം എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഒരു ദിവസം തന്നെ ഞാനൊരു 500 കിലോമീറ്റർ ആ ദിവസം ഞാൻ ഓടിച്ചിട്ടുണ്ട്. അതിൽ ഒരു ചാർജ് കഴിഞ്ഞപ്പം പിന്നെ അടുത്ത സ്റ്റേഷനിൽ കയറി ചാർജ് ചെയ്തു. ആ ഒരു 500 കിലോമീറ്റർ ഒറ്റ ദിവസം ഓടിച്ചപ്പോൾ ഒറ്റ ചാർജിൽ വേണമെങ്കിൽ പറ്റിയേനേമോ? ഇല്ല, അത് പറ്റില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇതിനിപ്പോ 475 ആണല്ലോ കിട്ടുന്നത്. ഈ 475 കിട്ടണമെങ്കിൽ നമ്മൾ സ്ക്യൂസ് ചെയ്ത് 0-ലേക്ക് എത്തണം. ഒരിക്കലും ടെസ്ല എന്നല്ല ഏതൊരു ഇലക്ട്രിക് കാറും 20% ബിലോ വരാനായിട്ട് അത്ര റെക്കമെൻഡ് ചെയ്തില്ല. ബാറ്ററി കെമിസ്ട്രി, എസ്പെഷ്യലി നമ്മൾ ലിഥിയം അയൺ ബാറ്ററിയുടെ കെമിസ്ട്രി മനസ്സിലാക്കിയവർക്ക് അറിയാം, ബിലോ 80%, എബോ 80%-ഉം സ്ഥിരമായിട്ട് വരാൻ പാടില്ല. വല്ലപ്പോഴും ഒരിക്കൽ വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് നമ്മുടെ ഫോണിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യത്തിൽ അത്രയും താഴ്ത്തി കൊണ്ടുവരാറില്ല. ഇല്ല, 6% ആണ് ഏറ്റവും താഴെ കൊണ്ടുവന്നിട്ടുള്ളത്. അത് അന്നൊരു നിവൃത്തികേട് കൊണ്ട് നമ്മൾ അങ്ങനെ കൊണ്ടുവന്നത്. പക്ഷെ 0 ആയാൽ പോലും പിന്നെയും നമുക്ക് സർവൈവ് ചെയ്യാനുള്ള റിസർവ് ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. അതായത് ഇവിടുത്തെ ടാറ്റ പോലെ ഒരു 10% കഴിഞ്ഞാൽ സ്പീഡ് കുറഞ്ഞ് AC ഓഫ് ആവുന്ന അങ്ങനെ ഒരു സംഭവം ഇനിയില്ല. ഫുൾ പവർ ലോസ് ചെയ്യാം. 10% താഴെയാണെങ്കിലും നമുക്ക് എത്രയാണോ ഇതിന്റെ മാക്സിമം ടോർക്ക് കിട്ടുന്നത് അത് നമുക്ക് ആ 10% താഴെയും കിട്ടും, യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൺസിഡർ ചെയ്യണം, ദുബായ് ആണ്. ഇവിടുത്തെ പോലെ 70-80 ആയിരിക്കും ക്രൂസ് ചെയ്യുന്നത്. 120, 140 ഒക്കെയാണ് മാക്സിമം ക്രൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 140-ൽ ക്രൂസ് ചെയ്യുമ്പോൾ അതനുസരിച്ച് ബാറ്ററിയുടെ മീൻസ് കൂടുതൽ പവർ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് റേഞ്ച് അതനുസരിച്ച് കുറയാനും ചാൻസ് ഉണ്ട്. നാട്ടിൽ വന്നപ്പോൾ റേഞ്ച് കൂടിയതായിട്ട് തോന്നിയോ? കാരണം നാട്ടിൽ വന്നപ്പം റേഞ്ച് കൂടി. പക്ഷെ ഞാൻ കൂടുതലും ലോങ് ഇവിടെ പോയിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർക്ക് പോകുന്നത് കോട്ടയം വഴിയാണ്. അവിടെ കുറച്ച് മലയൊക്കെ ഉള്ള ഏരിയ ആണ്. പക്ഷെ കയറുന്ന ആ എക്സ്ട്രാ എടുക്കുന്ന എനർജി ഇറങ്ങുമ്പോൾ തിരിച്ചു തരും. അപ്പൊ നമുക്ക് എന്നാലും ബെറ്റർ ട്രാഫിക്കും ഇതൊക്കെ ഉള്ളത് കൊണ്ടും സിറ്റി ഡ്രൈവ് പോലെ ആവുന്നത് കൊണ്ടും ഇവിടാണ് കുറച്ചുകൂടെ റേഞ്ച് കൂടുതലേക്ക് തോന്നിയത്. അതിന്റെ മെയിൻ കാരണം ഇവിടുത്തെ വെതറാണ്. ഇപ്പൊ മഴയുള്ള സമയത്ത് AC-ക്ക് അധികം പണിയില്ല, പിന്നെ ബാറ്ററി അധികം കൂൾ ചെയ്യണ്ട. അപ്പം ആ ബാറ്ററി ഒക്കെ നമുക്ക് റേഞ്ചിലേക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് അതിന്റെ. പിന്നെ വേറെ ഇവിടെ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ മുകളിലത്തെ ഗ്ലാസ് ഉണ്ടല്ലോ, ഈ ഗ്ലാസ് ഡയറക്റ്റ് വെയിലടിച്ച് അത്യാവശ്യം ക്യാബിൻ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് ഹൈപ്പ് ആവും. കൂടും, നന്നായി കൂടും. അപ്പൊ അതിന് നമ്മളൊരു ഇത് മേടിച്ചു വെച്ചിട്ടുണ്ട്, അതായത് എക്സ്ട്രാ ഒരു ലെയർ വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഓൾറെഡി ടിൻറ്റഡ് ആണ്. എത്ര ടിൻറ്റ് ഇട്ടാലും ഇത് നമ്മൾ ബോയിലാവും. അത് നമ്മൾ ഈ കേരളത്തെ പോലെ ഇപ്പൊ കേരളത്തിൽ നല്ല കുഴപ്പമില്ലാത്ത വെതറാണല്ലോ, തണുപ്പൊക്കെയാണ്. അവിടെയും US-ലും മിക്ക സ്ഥലങ്ങളിലും ഇതാണ്. അവിടെ ചൂടുള്ള സ്ഥലം ഉണ്ടെങ്കിലും അവർ ആ ഒരു ഇതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് മറ്റേ ഇതുപോലും ഇല്ലാത്ത ഷെയ്ഡ് പോലും ഇല്ല. വെതറിന്റെ കാര്യം പറഞ്ഞപ്പോൾ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് എന്തായിരുന്നു അവസ്ഥ? വെള്ളപ്പൊക്കത്തിൽ ഞങ്ങൾ നീരാടി അവിടെ കിടന്ന്. അതെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അന്ന് അയർലൻഡിലേക്ക് പോകാനുള്ള വിസയുടെ അപ്പോയിന്റ്മെന്റ് ഇതായിരുന്നു എംബസിയിൽ. അപ്പോൾ അന്ന് എനിക്ക് ഇവരിത് ക്യാൻസൽ ചെയ്തു എന്ന് മെസ്സേജ് അയക്കാത്തതുകൊണ്ട് ഞാൻ നേരെ അവിടോട്ട് പോയി. വാഫി മോളിലായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഒരു ലൈൻ നമുക്ക് മുന്നിൽ ഒരു ലൈൻ വണ്ടി വണ്ടിയൊക്കെ പോകാൻ പറ്റുന്ന ലൈനിൽ ഒരു വണ്ടി കേടായി നിന്നു. പിന്നുള്ളത് ഇപ്പുറത്താ. ഈ ലൈനിൽ എന്തോരം വെള്ളം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇറങ്ങി ഏകദേശം പകുതിയോളം വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ സാധാ പെട്രോൾ വണ്ടിയാണെങ്കിൽ എക്സോസ്റ്ററിൽ വെള്ളം കയറി അത് നിന്ന് പോയാണ്. ഞാൻ ഇറങ്ങുന്ന കണ്ടിട്ട് എന്റെ പിറകെ വേറെ വണ്ടി വന്നു. പക്ഷെ ആ വണ്ടിയൊക്കെ നിന്നു. നമ്മളുടെ വണ്ടി കൂളായിട്ട് കയറിപ്പോയി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളമൊന്നും കയറിയില്ല. പക്ഷെ ഹൈലി നോട്ട് റെക്കമെൻഡഡ്, വെള്ളത്തിൽ കൊണ്ടുവന്ന് ഇറക്കരുത്. എന്റെ സ്ഥലം വണ്ടി നമ്മുടെ. അതെ, ഡോറും കാണാം. ഇത് ഓൾറെഡി ഗ്രൗണ്ട് ലോവേഡ് വണ്ടിയാണ്. ഡോറൊക്കെ തുറന്ന് അകത്തോട്ട് വെള്ളം. എന്തിനാ നമ്മൾ വെറുതെ റിസ്ക് എടുക്കുന്നത്? ഇതൊന്നും അങ്ങനെ വെള്ളത്തിൽ ഓടിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്ന വണ്ടിയല്ല. അപ്പം എന്നാലും നമ്മൾ അധികം സർവൈവ് ചെയ്തു. ഓക്കെ, കൂട്ടത്തിൽ നമ്മൾ ഡിസ്പ്ലേ ഒന്ന് കാണിക്കുകയാണ്. ഇൻഡിക്കേറ്റർ ഇടുമ്പോഴേ ക്യാമറ എല്ലാം ഓൺ ആവുന്നു. സൈഡിൽ അലേർട്സ് ഒക്കെ വരും അല്ലേ? അഡാസിന്റെ കാര്യങ്ങൾ കണ്ടോ? പ്രോപ്പർ റിവേഴ്സ് ഇടുമ്പോൾ
എല്ലാ ക്യാമറാസൂടെ ആണ്, റിവേഴ്സ് ക്യാമറ മാത്രമല്ല, എല്ലാം 360 ഡിഗ്രി ക്യാമറ. പക്ഷേ ആ ഒരു 3D വ്യൂ ഇതാണല്ലേ? അതെ അതെ, 360. ഇത് ഗ്രാഫിക്കൽ വ്യൂവിൽ നമുക്ക് ഓരോ കാസ് പോകുന്നത് എല്ലാം അറിയാൻ പറ്റും, എല്ലാം അറിയാൻ പറ്റും. കണ്ടോ, അവിടെ നിന്ന് ഒരു വണ്ടി പോയത് ചെറുതായിട്ടൊന്ന് കാണിച്ചു. അവിടെ ഇനിയിപ്പോൾ എന്തായാലും ഇത് പോയി ഇങ്ങനെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഇപ്പോൾ ഈ വണ്ടികളാണല്ലോ ഇത് നോർമലി കാണിക്കുന്നത്. ഇനി നമുക്ക് ഈ ഇതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്, ഒരു ടാബ്ലറ്റ്. സാന്റ മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇപ്പൊ നോക്കിക്കോണേ, സാന്റാ ക്ലോസ് ആയി. ഇനി നമുക്ക് റോഡിലൂടെ മാനുകളെ കാണാൻ പറ്റും, നോക്കിക്കോണേ. നമ്മൾ സാന്റാ ക്ലോസ് ആയി ഗൈസ്. ഓക്കെ, പോ. മുത്തജ്ഞാപനത്തിൽ കൂടെയുള്ളൊരു യാത്ര. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഒട്ടും. ഞാൻ മാനുകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാൻ പോയതാണ്, പറന്നു പോയെങ്കിലും നമ്മൾ ഒന്നും റോഡ്സിലെ സ്പീഡ് വയലേഷൻ ചെയ്തിട്ടില്ല. 0 to 60 വരെ ആയിട്ടുള്ളൂ ഇവിടെ, അത്രേ എടുക്കാൻ പാടുള്ളൂ. ലിമിറ്റിൽ നമ്മൾ നിർത്തി. ഏതായാലും ആ ഒരു പെട്ടെന്നുള്ള ഇനിഷ്യൽ ടോർക്ക് അറിയാൻ സാധിച്ചു. 4.6 സെക്കൻഡ്സിൽ 0 to 100 എത്താൻ സാധിക്കുന്ന ഒരു പവർഫുൾ വണ്ടിയാണ് ഇത്. ഇനി ഒരു 1,60,000 രൂപ നമുക്ക് എക്സ്ട്രാ കൊടുക്കാനുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു അപ്ഗ്രേഡ് കൂടെ ഇത് ചെയ്യാൻ പറ്റും, സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യാം. 4.6 അല്ലേ പറഞ്ഞത്, അത് 4.3 മാറ്റി തരും, ഒരു 0.3 സെക്കൻഡ്. പക്ഷെ അത് ഭയങ്കര വലിയ ഇമ്പാക്ട് ഇനിഷ്യൽ ടോർക്കിൽ തരും. ഓഹോ, അങ്ങനെ ചെയ്ത വണ്ടി ഓടിച്ചിട്ടുണ്ടോ? വേറെ ഉണ്ട് അറിയാനുണ്ടല്ലേ? നന്നായി അറിയാനുണ്ട്. അത് പിന്നെ എനിക്ക് പിന്നെ അത്ര ഒരു സ്പീഡിൽ പോകുന്ന ആളല്ല, അതെന്നെ നോക്കിയാൽ മാനുകൾ ഈ പോകുന്ന ഓരോ വണ്ടി മാനായിട്ടാണ് മാറി. അപ്പൊ അങ്ങനെ ഓരോ സീസൺ അനുസരിച്ച് ഓരോ അപ്ഡേറ്റ്സ് വരും. നമുക്ക് അങ്ങനെ ഓരോ അപ്ഡേറ്റ്സ് ഈ കസ്റ്റമേഴ്സിനെ ഒന്ന് ഫൺ ആയിട്ട് എൻജോയ് ചെയ്യിപ്പിക്കാൻ കുറെ കാര്യങ്ങൾ ടെസ്ല ആ രീതിയിലും ചെയ്യും. അതെ അതെ, ഞാൻ ഇപ്പൊ ഇൻഡിക്കേറ്റർ ഇടുമ്പോ കേട്ടോ ബെല്ല് ഉണ്ടോ? അത് ശരി, നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതനുസരിച്ച് എൻവയോൺമെന്റ് ഓപ്ഷൻസും പലതാണല്ലോ, ഫോറസ്റ്റും. അതെ, ഇതിലിപ്പം ഇവർ ഈ സാന്റയുടെ ഓപ്ഷനാണ് ഇപ്പൊ കൊടുത്തിട്ടുള്ളത്. അതിപ്പം സീസണൽ ആയിട്ട് വരുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിൽ ഓരോരോ സംഭവങ്ങൾ അവര് നമുക്ക് തരും. ഇന്ത്യയിൽ അങ്ങോട്ട് എത്തിക്കോട്ടെ, നമുക്ക് കേരളത്തിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് മാവേലിയൊക്കെ വരുത്താം സമയത്ത്. പിന്നെ ഇതിനകത്ത് നമുക്കുള്ളത് ലൈറ്റ് ഷോ എന്നും പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഇവിടെ ഓലയില് എനിക്ക് തോന്നുന്നു ഓലയിലും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ടെസ്ലയാണ് ആദ്യം കൊണ്ടുവന്നത്. ഇതിൽ മോഡൽ എക്സ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ലൈറ്റ് ഷോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വിങ്സ് ഒക്കെ ഡോറൊക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കും. അതിപ്പോ നമ്മളുടെ ഇതിനുള്ള ഡോറും ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് ഇത് ഡാൻസ് ചെയ്യും, ഉള്ളത് ഓണം പോലെ. ഓക്കെ, ഏതായാലും ഒരു ഒലയും യൂസ് ചെയ്യുന്ന ആളാണ് കേട്ടോ. അതെ, ഇലക്ട്രിക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇലക്ട്രിക് മാത്രമേ പറ്റുന്നുള്ളെന്നാണ് പറയുന്നത്. അത് പല ഇലക്ട്രിക് ഓണേഴ്സും പറയുന്ന ഒരു കാര്യമാണ്. എങ്കിലും ഇതിന്റെ ഒരു സൈലന്റ്, നമ്മൾ മുമ്പേ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം വന്ന കുറച്ച് വണ്ടിപ്രേമികൾ വന്നിരുന്നില്ല, അവരും പറഞ്ഞത് സൗണ്ട് മാത്രമാണ് പ്രശ്നമാണ്. പക്ഷെ ഇപ്പൊ നമ്മളൊരു BMW 5 Series പോവാണെങ്കിലും ഇതേ ഒരു ടയർ നോയ്സ് ഒക്കെ മാത്രമേ കേൾക്കുള്ളൂ. കാരണം ഇന്റീരിയറിൽ ഭയങ്കര സൈലന്റ് ആണ് എന്നുള്ള ഒരു കാര്യങ്ങളാണ് അവർ കൂടുതൽ. ഇപ്പം ഒരു ലക്ഷറി കാറിൽ യാത്ര ചെയ്യുമ്പോൾ അവരത് സൗണ്ട് അല്ലല്ലോ നോക്കുന്നത്, പെർഫോമൻസ് കാസിലാണ് സൗണ്ട് വരുന്നത്. അപ്പം ആ ഒരു ലക്ഷറി ഫീലിൽ യാത്ര ചെയ്യാൻ ആ ഒരു സെയിം ഫീൽ തന്നെയാണ് ഇതിലും. ആ ഒരു ടയർ നോയ്സ് മാത്രമാണ് നമുക്കിപ്പോൾ കേൾക്കുന്നത്. അതെ അതെ, ഈ വണ്ടിയുടെ യാത്രാ കംഫർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്ക് തോന്നുന്നു ഡ്രൈവറിനും കോ പാസഞ്ചറിനും വേണ്ടിയുള്ള കാറാണ്. ബാക്കില് കുട്ടികൾക്ക് കുഴപ്പമില്ല. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം അത് ലോങ് ഡ്രൈവ് പോയപ്പോൾ എനിക്ക് തൈ സപ്പോർട്ട് ഒട്ടും കിട്ടിയില്ല. അപ്പൊ അത് നമുക്ക് ലോങ് ഡ്രൈവിന് ഒരുപാട് അങ്ങോട്ടൊരു കംഫർട്ട്. വണ്ടി മേടിച്ചിട്ട് 4 വർഷമായിട്ടാണ് കാര്യം, വേറെ ആരും വേണ്ട ഓടിക്കാൻ. വേറെ ആരെങ്കിലും ഓടിക്കുമ്പോഴാണ് നമ്മൾ താല്പര്യപ്പെടാറില്ല. അതാ തന്നെ. പക്ഷെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുട്ടികൾക്ക് കുഴപ്പമില്ല. കുട്ടികൾക്കെന്നല്ല, വലിയവർക്ക് ഇരിക്കാൻ കേട്ടോ. ഞാൻ പറഞ്ഞത് കംഫർട്ട് ആയിരിക്കില്ല. മറ്റുള്ള വണ്ടികളെ അപേക്ഷിച്ച് മോഡൽ Y അല്ലെങ്കിൽ മോഡൽ എക്സിനെ അപേക്ഷിച്ചിട്ട് പക്ക കംഫർട്ട് ആയിരിക്കും. അത് കാരണമാണ് നമ്മൾ മോഡൽ എക്സിലോട്ടൊന്ന് നോക്കാം എന്ന് വിചാരിച്ചത്. അതിന് ക്യാപ്റ്റൻ സീറ്റ് ഒക്കെ ഉണ്ട് ബാക്കിൽ. അത് നമുക്ക് രാജകീയമായി. അപ്പോൾ ഇത് കീപ്പ് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത്? കറന്റ് കീപ്പ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. പിന്നെ ടെസ്ലയുടെ വേറൊരു USP ആയിരുന്നു ഓട്ടോണോമസ് ടെക്നോളജി, സെൽഫ് ഡ്രൈവിംഗ്. നമ്മൾ വണ്ടി കയറിയിരിക്കുക, ഫുഡ് കഴിക്കുകയോ വർക്ക് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുക എന്നൊക്കെ പറയും. കുറേ റീൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ശരിക്കും അതിനൊന്നും അല്ല. ഒരു ഡ്രൈവിംഗ് എഫേർട്ട് കുറയ്ക്കുക, ADASന്റെ ഓരോ ലെവൽസ് ആയിട്ട് കയറി പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം ഈ വണ്ടിയിലുണ്ടോ? അത് ദുബായിലെ റോഡ്സിൽ എന്തുമാത്രം പ്രാക്ടിക്കലായിട്ട് പറ്റുന്നുണ്ടോ? എന്തൊക്കെ കാര്യങ്ങൾ അതിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്? എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യും.
ഓക്കെ, ഓട്ടോ പൈലറ്റ് അഥവാ നമുക്ക് അവിടെ FST എന്ന് പറയാം, ഫുൾ സെൽഫ് ഡ്രൈവ്. ഓക്കെ, ഇത് നമുക്ക് ഓപ്ഷണലായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് മാത്രം. ഓക്കെ, അതിൽ 2 ഓപ്ഷൻസ് ആയിട്ടുണ്ട്. ഒന്ന് എൻഹാൻസ്ഡ് ഓട്ടോ പൈലറ്റ്, അതിന് 8100 ദിർഹംസ് ആണ് ചാർജ് ആവുന്നത്. പിന്നുള്ളത് FST യിൽ ചാർജ് ആവുന്നത് 28,100 ദിർഹംസ് ആണ്. അപ്പം ഈ FST വാങ്ങിയിട്ട് ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ UAE ഫുള്ളായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റില്ല. FST എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി കയറി എവിടാണോ മാപ്പിൽ എവിടാണോ പോകേണ്ടത് അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൈയും കെട്ടിയിരിക്കാനല്ല റെക്കമെൻഡ് ചെയ്യുന്നത്, നമ്മൾ റെഡി ആയിട്ടിരിക്കണം എപ്പോഴും. എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളെ വണ്ടി അവിടെ എത്തിക്കുക. അത് എത്ര കിലോമീറ്റർ ആണെങ്കിലും എന്തൊക്കെ ട്രാഫിക് ആണെങ്കിലും അത് എത്തിക്കും, ഫ്ലൈറ്റ് പോലെ. പക്ഷേ അപ്പോൾ തോന്നും ഇത് ബേസ് മോഡലിന് കിട്ടുമെന്ന്. ടെസ്ല ഇപ്പോൾ ഇറക്കുന്ന 2018 അല്ലെ 2020 ശേഷം ഇറക്കുന്ന എല്ലാ വാഹനങ്ങളിലും ഇന്റലിന്റെ കമ്പ്യൂട്ടർ പ്ലസ് FST എക്യുപ്മെന്റ് വെച്ചിട്ടാണ് ഇറക്കുന്നത്. ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ ലൈഡാർ അവർ കോസ്റ്റ് കട്ട് ചെയ്യാനാണോ എന്ന് അറിയത്തില്ല, അത് റിമൂവ് ചെയ്തിട്ട് കൂടുതലും ക്യാമറ വഴിയിട്ടുള്ള നമ്മുടെ FST ആണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ സെൽഫ് ഡ്രൈവിൻ്റെ ക്യാപ്പബിലിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. അത് ഏത് വണ്ടി വാങ്ങിയാലും ഏത് ബേസ് മോഡൽ വാങ്ങിയാലും അവർ ആ ഒരു സിസ്റ്റം ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഹാർഡ്വെയർ അതിലുണ്ടാവും. നമുക്ക് കാശ് കൊടുത്ത് എപ്പോൾ വേണമെങ്കിലും അത് പർച്ചേസ് ചെയ്യാം. 8,600 dirhams means ഒരു 2 lakhs rupees അടുപ്പിച്ച് വരും. 8,600 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൻഹാൻസ്ഡ് സെൽഫ് ഡ്രൈവ് എന്നുള്ളതാണ്, അല്ല എൻഹാൻസ്ഡ് ഓട്ടോ പൈലറ്റ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ സ്റ്റിയർ ഓപ്ഷൻ വർക്ക് ചെയ്യും. ഈ ഓട്ടോ സ്റ്റിയർ കൂടാതെ നമുക്ക് ഏതെങ്കിലും ഒരു ലൈൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ അത് തന്നെ ലൈൻ ചേഞ്ച് ചെയ്തോളും. പിന്നെ ലെവൽ 2 അത് അഡാസ് ലെവൽ എന്നുള്ളൊരു ഇതിലല്ല അവർ ഇത് ചെയ്യുന്നത്. മേ ബി അതിനെ കമ്പയർ ചെയ്യാം. പക്ഷേ അതിനകത്ത് വേറുള്ള ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ പാർക്കിംഗ് ഉണ്ടാവും. പിന്നെ നമുക്ക് സ്മാർട്ട് സമ്മൺ, അതായത് ഇതിൻ്റെ കീ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ കീ, ഒരു ബ്യൂട്ടിഫുൾ കീ ആണ്. ഈ കീ നമുക്ക് ഇതിന് ഒരു കവർ ഇട്ടിട്ടുണ്ട്. അതേ ഷേപ്പിൽ തന്നെ നമ്മൾ ഈ കവർ ഇട്ടേക്കുന്നത്. ഇതേ ഷേപ്പ് തന്നെയാണ് ഇതിനകത്തും, ബ്ലാക്ക് കളർ ആണെന്നേ ഉള്ളൂ. ഇത് നമ്മൾ ഹോൾഡ് ചെയ്ത് മുമ്പോട്ട് ഞെക്കി കഴിഞ്ഞാൽ വണ്ടി ഡ്രൈവർ ഇല്ലാതെ നമ്മളുടെ അടുത്തോട്ട് വരും. അതാണ് സ്മാർട്ട് സമ്മൺ. ഇത് എൻഹാൻസ്ഡ് ഓട്ടോ പൈലറ്റിൽ ഉണ്ടായിരുന്നു. പിന്നെ ഓട്ടോ പൈലറ്റിൽ വരുന്നത് ഈ എൻഹാൻസ്ഡ് ഓട്ടോ പൈലറ്റ് പ്ലസ് ട്രാഫിക് ലൈറ്റിൽ സ്റ്റോപ്പ് ചെയ്യുക, ഓട്ടോ സിറ്റി ഡ്രൈവ് ഓട്ടോ പൈലറ്റിൽ ഫുള്ള് ഇതായിട്ട് പോവുക, അങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ്. പക്ഷെ എല്ലാ വണ്ടികളും ഓട്ടോ പൈലറ്റ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തതാണ്. അപ്പം ഈ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് ബട്ടൺ ഞെക്കി വിളിച്ചു കഴിഞ്ഞാൽ വരുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എൻ്റെ ഇൻസ്റ്റയിൽ മാത്രമേ ഇപ്പോൾ കിടപ്പുള്ളൂ. കാര്യം ഞാൻ അത് പലപ്പോഴും പിന്നീട് നോക്കിയപ്പോൾ കണ്ടില്ല. കാര്യം ഞാൻ ഈ വണ്ടി വാങ്ങിയ സമയത്ത് എനിക്ക് ഡിസംബർ ലാസ്റ്റ് പുതിയ ഫേസ് ലിഫ്റ്റ് വരുന്നതിന് മുമ്പ് എടുത്തത് കൊണ്ട് അവർ നമുക്കൊരു കർട്ടീസി ആയിട്ട് ഒരു 3-4 മാസത്തേക്ക് FST ഫ്രീ തന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് കുറെ ഷോ ഓഫ് ചെയ്തായിരുന്നു. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതെ. പിന്നെ സ്വിച്ചസ് ഒന്നുമില്ല, ഭയങ്കര ക്ലീൻ ഇന്റീരിയർ, എല്ലാം ടച്ച് സ്ക്രീൻ വഴിയാണ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ ഒരു സ്ക്രീൻ, ഇവിടെ ഒരു സ്ക്രീൻ, ബാക്കിൽ ഒരു സ്ക്രീൻ, അതെല്ലാം എക്സ്ട്രാ ചെയ്താണല്ലേ? ഈ ഫ്രണ്ടിലത്തെ നമ്മുടെ ഡാഷ്ബോർഡിന്റെ അവിടെയുള്ള സ്ക്രീനും ബാക്കിലത്തെ സ്ക്രീനുമാണ് 2020 മോഡലിന് ഞാൻ എക്സ്ട്രാ ചെയ്തത്. ഒരു മോഡലിനും ഫ്രണ്ടിലത്തെ ഈ ഒരു മിനി സ്ക്രീൻ വരുന്നില്ല, പക്ഷെ ബാക്കിലത്തെ സ്ക്രീൻ എല്ലാ മോഡൽസിനും വരുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ടെസ്ലയ്ക്ക് ഇവിടുന്ന് ഇങ്ങ് അറ്റം വരെ നമുക്ക് ആംബിയൻസ് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ അതിന് ഈ ഗിയറിനും ഇൻഡിക്കേറ്ററിനും ഉള്ള ഈ ഒരു സ്വിച്ച് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തു. അതെല്ലാം ഇപ്പോൾ നമ്മുടെ സ്റ്റിയറിംഗിൽ തന്നെ ആയി. പിന്നെ ഈ ഗിയർ മാറ്റുന്നത്, ഡ്രൈവ് ചെയ്യുന്നതൊക്കെ ഇവിടുന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് മുകളിലോട്ടാക്കുകയാണ്. അതായത് ഈ സാധനം എല്ലാം മാറ്റി. ഒരുപാട് പേര് പറയുന്നു ഇതായിരുന്നു കുറച്ചുകൂടെ എളുപ്പമായിരുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷെ ഞാൻ ആ വണ്ടി ഓടിച്ചിട്ടുണ്ട്, എൻ്റെ സുഹൃത്തിൻ്റെ വണ്ടി ഓടിച്ചിട്ടുണ്ട്. എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അങ്ങനെ കുറെ ഫീച്ചേഴ്സ് പറയാനാണ് ഒരുപാടുണ്ട്. ഫീച്ചേഴ്സ് പറഞ്ഞാൽ തീർക്കാൻ നമുക്ക് ഒരു വീഡിയോയിൽ പറ്റില്ല, അതുകൊണ്ട് കാര്യങ്ങളുണ്ട്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒന്നുമില്ലല്ലോ ഇതിലെന്ന് തോന്നുന്നു. ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് ഇന്റീരിയർ കിടക്കുന്നത്, പക്ഷെ അമ്മാതിരി കാര്യങ്ങളാണ് ഇതിലുള്ളത്. പിന്നെ എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ഒറ്റയടിക്ക് ചോദിക്കുകയാണ്. നിങ്ങൾ ഇത്രയും നാളായി ടെസ്ല വാങ്ങിയിട്ട് എങ്ങനെയുണ്ട്,
ടെസ്ല വേറൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു, ആർക്കാണ് റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഈ വണ്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യം വാങ്ങിയ അതേ എക്സൈറ്റ്മെന്റിലാണ് ഇപ്പോഴും ഉള്ളത്. പിന്നെ 1,00,000 കിലോമീറ്റർ ഓടിയെങ്കിലും എനിക്ക് അത്ര മെയിൻ്റെനൻസ് ഒന്നും വന്നിട്ടില്ല. പീരിയോഡിക് ചെക്കപ്പ് ഉണ്ടല്ലോ, 80,000 കിലോമീറ്ററിൽ ഒരു ചെക്കപ്പ് ചെയ്ത് അതിനാകെ എനിക്ക് ചിലവായി 2,000 dirhams ആണ്. 2,000 dirhams എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു 45,000. ഈ ആകെ 1,07,000 ഓടിച്ചതിൽ ഈ ഒരു സർവീസ് മാത്രമേ അതെ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഈ എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുമല്ലോ, AC എയർ ഫിൽറ്റർ, പിന്നെ ടയർ, അതൊക്കെ കൺസ്യൂമബിൾ പ്രോഡക്ട്സ് ആണ്. അത് നമ്മൾ എന്തായാലും ചെയ്തേ പറ്റും. ടയേഴ്സ് ആദ്യത്തെ ടയർ ചേഞ്ച് ചെയ്തത് 80,000-ലാണ്. അപ്പോൾ അത് അവിടെ നമുക്ക് അത്രയും കിട്ടും, ഇവിടുത്തെ കാര്യം എനിക്കറിയില്ല. അങ്ങനെ അത്രയും നമുക്കൊരു റിലയബിലിറ്റി ഉള്ള വണ്ടിയാണ്. നമുക്ക് വഴിയിലിടില്ല, ഇവിടുത്തെ എറേഴ്സ് വരത്തില്ല. ബാറ്ററി ഇവിടെ ടാറ്റ പഞ്ചീവിയിൽ വരുന്ന കണക്ക് ബാറ്ററി റീപ്ലേസ്മെന്റ് വളരെ റെയറായിട്ടേ ഞങ്ങൾക്ക് കേട്ടിട്ടുള്ളൂ. എനിക്കറിയാവുന്ന ആർക്കും ഇല്ല ഈ ബാറ്ററി ഇഷ്യൂ വന്നിട്ട്. 8 years വാറന്റി ഉണ്ട്, 4 years അല്ലെങ്കിൽ 80,000 നമ്മുടെ ഓൺ ബോർഡ് ഫുള്ള് ഇതുണ്ട്. നമ്മുടെ ബാക്കിയുള്ള ബാറ്ററി അല്ലാത്തതിനുള്ള വാറന്റി ഉണ്ട്. 190,000 അല്ല 80 years ആണ് ബാറ്ററി വാറന്റി ഉള്ളത്. പിന്നെ ഒരാളെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇലക്ട്രിക് കാറ് നോക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ദുബായിലത്തെ കാര്യം പറയുന്നത്. ടെസ്ല സംസാരിക്കുമ്പോൾ തീർച്ചയായും അത് അവൈലബിൾ ഉള്ള സ്ഥലത്താണ്. ഇലക്ട്രിക് കാർ വാങ്ങാനാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ടെസ്ല കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കാറാണ്. അതിൻ്റെ മെയിൻ കാര്യം അവരുടെ സൂപ്പർ ചാർജിങ് നെറ്റ്വർക്കാണ്. നിലവിൽ UAE ഫ്രീ ആണ്, ഏത് സമയം അത് ചാർജ് ആക്കാം. ചാർജ് ആക്കിയാൽ പോലും വളരെ എക്സ്പെൻസ് ഉണ്ടാവത്തില്ല. പിന്നെ അടുത്തത് ആർക്കാണ് ഈ വണ്ടി റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത്? അത് നിങ്ങളൊരു EV എടുക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ്, പക്ഷേ ഏത് EV ചൂസ് ചെയ്യണമെന്ന് അറിയത്തില്ല. നിങ്ങൾ താമസിക്കുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടുന്ന ഒരു വെഹിക്കിള് ടെസ്ല മാത്രമാണ്. അതിൻ്റെ മെയിൻ കാരണം സൂപ്പർ ചാർജിങ് നെറ്റ്വർക്കാണ്. ടെസ്ല അല്ലാതെ വേറെ ഏതെങ്കിലും വാഹനമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് ചാർജ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 5-6 മണിക്കൂർ എടുക്കും. ഏതെങ്കിലും മോളിൽ പോയി 6 മണിക്കൂർ വെയിറ്റ് ചെയ്ത് വരിക എന്ന് പറയുന്നത്. ഫാസ്റ്റ് ചാർജിങ് ഉണ്ടെങ്കിലും ദുബായിൽ ഫാസ്റ്റ് ചാർജിങ് ടെസ്ല അല്ലാതെ വേറൊരു നെറ്റ്വർക്ക് അധികമില്ല. അത് ഉള്ളതെന്ന് വെച്ചാൽ നെറ്റ്വർക്ക് വളരെ കുറവാണ്. കാര്യം ഗവൺമെന്റ്, ദുബായ് ഗവൺമെന്റ്, ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അവർക്ക് 1-2 സ്റ്റേഷൻസ് വെച്ചിട്ടുണ്ട്, 1-2 ഗണ്ണുണ്ട്. അവിടെ മുഴുവൻ നമ്മുടെ ടാക്സിക്കാർ വന്ന് ക്യൂ കിടക്കും. അല്ലെങ്കിൽ മറ്റുള്ള ഇവർ വന്ന് ക്യൂ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടെസ്ല എടുക്കുന്നതാണ് നല്ലത്. മറ്റുള്ള വണ്ടികളാണെങ്കിൽ പുറത്ത് പോയി ചാർജ് ചെയ്യുന്നതിന് ഭയങ്കര ടൈമിങ് എടുക്കും. പിന്നെ വേറെ ഒന്ന്, ഏത് മോഡൽ ചൂസ് ചെയ്യണമെന്ന്. ടെസ്ലയ്ക്ക് പിന്നെ ലോങ് റേഞ്ച് ഉണ്ട്, സ്റ്റാൻഡേർഡും ഉണ്ട്. സ്റ്റാൻഡേർഡിനേക്കാൾ എപ്പോഴും നമ്മൾ കുറച്ചുകൂടെ ഒന്ന് പുഷ് ചെയ്ത് ലോങ് റേഞ്ച് എടുക്കുന്നതാണ് നല്ലത്. കാര്യം സ്റ്റാൻഡേർഡ് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു അപ്ഗ്രേഡേഷൻ നടക്കത്തില്ല. കാര്യം അതിന്റെ ബാറ്ററിയിൽ തന്നെ വ്യത്യാസം ഉള്ളത് കൊണ്ട് അത് നമുക്ക് ഡ്യുവൽ മോട്ടർ ലോങ് റേഞ്ച് എടുക്കും. അതേസമയം നിങ്ങളുടെ ഡ്രൈവ് ഒരു ഫിക്സഡ് ആണ്. ഇത്ര ഒരു 5-8 വർഷത്തേക്ക് നിങ്ങൾക്ക് ഒരു ദിവസം എങ്ങനെ പോയാലും ഒരു ദിവസം ഇത്രേ ഉള്ളൂ എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ. അതെ, പിന്നെ റീസെയിൽ ഇതിനും ആളുകൾ പ്രിഫറൻസ് കൊടുക്കുന്നത് ലോങ് റേഞ്ചിനായിരിക്കും. അപ്പൊ ഇത്രയും ഓടിച്ചതിൽ റേഞ്ച് ഡിഫറൻസ് എന്തെങ്കിലും, റേഞ്ച് ഷോർട്ടേജ് എന്തെങ്കിലും ഫീൽ ചെയ്തോ ഇത്ര നാൾ കൊണ്ട്? എന്തെങ്കിലും നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഷോർട്ടേജ് വരത്തില്ല. പിന്നെ അൺഒഫീഷ്യലി നമുക്കറിയാൻ സാധിച്ചിട്ടുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അതിൻ്റെ ബാറ്ററിയുടെ കപ്പാസിറ്റി ഓരോ സോഫ്റ്റ്വെയർ റിലീസിലും അഡ്ജസ്റ്റ് ചെയ്ത് വിടും. അപ്പം അതിനെ അത് പക്ഷേ അൺഒഫീഷ്യലി ആളുകൾ പറഞ്ഞതാണ്, നമുക്ക് അതിനെക്കുറിച്ച് അഥന്റിക് ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ കഴിഞ്ഞ 4 വർഷത്തെ അപേക്ഷിച്ച് ഇന്ന് വരെ നോക്കുവാണെങ്കിൽ എനിക്ക് ഒരു വളരെ നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചിന്റെ ഡിഫറൻസ് വന്നിട്ടില്ല. ഓക്കെ, അങ്ങനെ കുറെ കാര്യങ്ങളാണുള്ളത് ഇതിനകത്ത്. കയറുമ്പോഴേ വണ്ടി ഡോർ തുറന്ന് കയറുമ്പോഴേ AC ഓൺ ആവും. അത് പിന്നെ വേണമെങ്കിൽ മാനുവലി നമുക്ക് ഓഫ് ചെയ്യാം, പിന്നെ നേരെ ഡ്രൈവ് ചെയ്ത് പോകുക. അതെ, പിന്നെ നമുക്ക് ഇതിന്റെ ഏറ്റവും ഇതായിട്ടുള്ളത് ഈ വണ്ടി 2-3 രീതിയിലാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, നമ്മളുടെ ഈ കീ ഉപയോഗിച്ചിട്ട്. 2, നമ്മൾ പെയർ ചെയ്തിരിക്കുന്ന മൊബൈൽ കൈവശം ഉണ്ടെങ്കിൽ പറ്റും. പിന്നെ 3, നമുക്ക്
ഇത് കാർഡ് വെച്ചിട്ട് നമുക്ക് വണ്ടി ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ ഞാൻ വണ്ടി ദുബായിലിട്ടിരിക്കുന്നു, നാട്ടിൽ വന്ന് വേറൊരു ഫ്രണ്ടിന് വണ്ടി ഓടിക്കാൻ വേണമെങ്കിൽ മൊബൈലിൽ ആപ്ലിക്കേഷൻ എടുത്തിട്ട് എനിക്ക് അത് എനേബിൾ ചെയ്ത് കൊടുക്കാം. അപ്പൊ ആൾക്ക് വണ്ടി ഓടിച്ച് തിരിച്ചു കൊണ്ടുവന്നിടാൻ പറ്റും. ഇനി വണ്ടി എവിടെയെങ്കിലും ഹോട്ടലിൽ പോയിട്ട് നമുക്ക് വാലേ കൊടുക്കണമെങ്കിൽ നമുക്ക് വാലേ മോഡാക്കി കൊടുക്കാം. പുള്ളിക്കാരന് പിന്നെ 40 കിലോമീറ്ററിന് മുകളിലായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല. പിന്നെ നമ്മളെ പേഴ്സണൽ ഈ ട്രങ്ക് പിന്നെ ഇതൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അവർക്ക്. ഫ്രണ്ടിലൊരു ട്രങ്ക് ഉണ്ട്. ഫ്രണ്ടില് അതിന് ഫ്രങ്ക് എന്നാണ് തോന്നുന്നത് ഇവര് പറയുന്നത്. ഇതൊക്കെ ഇപ്പോഴത്തെ കൺസെപ്റ്റ് അല്ലേ. ഇപ്പൊ നമുക്ക് അത് ഇവിടെ എഴുതിയിട്ടുണ്ട് ഓപ്പൺ ഫ്രങ്ക്, ഇവിടെ ട്രങ്ക് ഒക്കെ എഴുതിയിട്ടുണ്ട്, കാണിക്കാം. ഓക്കെ, അങ്ങനെയുണ്ട്. ഇതെല്ലാം നമുക്ക് ആക്സസ് കൊടുക്കാം. ഇപ്പം നമ്മളുടെ വീട്ടിൽ ഒരു കൊറിയർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇല്ല, വീട് തുറന്നു കൊടുക്കേണ്ട, അവരോട് വന്നിട്ട് പറയാം ബ്രോ നമ്മുടെ വണ്ടിയുടെ ട്രങ്ക് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതിൽ വെക്കും. നമുക്ക് ഫോണിൽ ഓപ്പൺ ചെയ്യാം, ഫോണിൽ ക്ലോസ് ചെയ്യാം. എൻ്റെ വണ്ടിക്ക് അത് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല, കാര്യം എൻ്റെ ഓട്ടോമാറ്റിക് ഇതില്ല. പക്ഷെ പുതിയ മോഡലിന് ഫോണിൽ തന്നെ ക്ലോസ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, സെൻട്രി മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ വണ്ടിയിൽ അകത്ത് ഇരിക്കുന്ന ക്യാമറ ഉൾപ്പെടെ എല്ലാ ക്യാമറയും നമുക്ക് മൊബൈലിൽ ലൈവായിട്ട് കാണാൻ പറ്റും. അതായത് പാർക്ക് ചെയ്യുമ്പോൾ, അതായത് വണ്ടി ഞാൻ അവിടെ ഇട്ടിട്ട് വന്നു, വണ്ടിയിൽ എന്തെങ്കിലും അലേർട്ട് വന്നു, ഞാനത് എനിക്ക് ചുറ്റിനും നടക്കുന്നത് എനിക്ക് വണ്ടിയിൽ കാണാൻ പറ്റും. വണ്ടിക്ക് പുറത്തൊരു ബൂം സ്പീക്കർ ഉണ്ട്. ആരെങ്കിലും നമ്മളുടെ വണ്ടിയെ ശല്യപ്പെടുത്തുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പീക്കർ വഴി അവരോട് സംസാരിക്കാൻ പറ്റും. അപ്പൊ അവരോട് പറയാം ഇത് വണ്ടി നമ്മൾ മോണിറ്റർ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പറയുകയാണെങ്കിൽ EV6 ആ ഒരു 24 hours പാർക്കിംഗ് നമുക്ക് കാണാൻ ഫോണിൽ. ഇതില് അത് ഇങ്ങനെ ഫീച്ചേഴ്സ് കൂടെ വന്നിട്ടുണ്ട്. ഏതായാലും കുറേ ലക്ഷറി ഫീച്ചേഴ്സും ആക്സസ് മീൻസ് യൂസബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതെ, എന്തായാലും. പിന്നെ ഇതൊക്കെയാണ് നമുക്ക് വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. പിന്നെ ഇത് ഇന്ത്യയിൽ വരുമോ എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. അതിനെപ്പറ്റിയുള്ള സംസാരം നമുക്ക് വെളിയിൽ പോയിട്ട് ചോദിക്കാം. ഓക്കെ. അങ്ങനെ നമ്മൾ ടെസ്ലയുടെ ഡ്രൈവ് ഒക്കെ ഇന്ന് കഴിഞ്ഞ് വന്നു, വീണ്ടും ആ ലൊക്കേഷനിൽ തന്നെ എത്തിയിരിക്കുന്നു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇലക്ട്രിക് കാർസ് ഒരിക്കലും ഓൺ ചെയ്യാത്തവരെ അതിനെ ഇങ്ങനെ പറയുള്ളൂ. നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കുറച്ച് കുട്ടികളല്ല അവർ വന്നായിരുന്നു. അവർ വന്നിട്ട് വണ്ടിപ്രേമികൾ തന്നെയാണ് അല്ലേ. അവരുടെ അഭിപ്രായം ഇലക്ട്രിക് ആണല്ലോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ നമ്മൾ ചോദിച്ചത് ഇലക്ട്രിക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉള്ള കാര്യമാണ്. അതെ, അവര് പറഞ്ഞത് ഇലക്ട്രിക് കാർ ആയതുകൊണ്ട് മാത്രം അവർക്ക് ടെസ്ലയോട് അത്ര ഇതില്ല. ഇത് പെട്രോൾ കാർ ആയിരുന്നെങ്കിൽ അവർ വാങ്ങിയേനെ, അല്ലെങ്കിൽ ഇഷ്ടം വന്നേനെ എന്നുള്ളൊരു ഇതാണ് അഭിപ്രായം പറഞ്ഞത്. അതിന്റെ ഒരേ ഒരു ഫാക്ടർ സൗണ്ടാണ്. അതെ, പക്ഷെ ഇതിന്റെ ഒരു സൗണ്ടും വേറൊരു ലെവലാണ്. വേറൊരു അവർക്ക് എൻജിന്റെ സൗണ്ട് ഇഷ്ടമാണ്, അതാണ് അവരുടെ ഇത്. അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. ഇലക്ട്രിക് കാറ് ഈ കാറിന്റെ സെഗ്മെന്റിൽ വരുമ്പോൾ അത് എൻ്റെ ഡിഫറെന്റ് ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഇൻസ്റ്റന്റ് ടോർക്കൊക്കെ മറ്റേത് വണ്ടിയൊക്കെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇലക്ട്രിക് കാറുകളിൽ കിട്ടും. പറഞ്ഞ 2 seconds 2.6 സെക്കൻഡ്സിലൊക്കെ 0 to 100 എന്നുള്ളൊരു കാര്യം കൈവരിച്ച ബ്രാൻഡാണ് നമ്മുടെ ടെസ്ല. പിന്നെ അത് മാത്രമല്ല, ഇവർക്ക് സേഫ്റ്റി അത് ഒരു വലിയൊരു കൺസേൺ ആണ്. സേഫ്റ്റിയിൽ ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം എമർജൻസി ബ്രേക്കിംഗ് ആണെങ്കിലും അങ്ങനെ നമ്മുടെ ഓട്ടോണോമസിലാണെങ്കിൽ തന്നെ സേഫ്റ്റിയെ മുൻനിർത്തിയാണ് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പം വണ്ടി ഓടിച്ചപ്പം ബ്രോക്ക് മനസ്സിലായി കാണാം. സേഫ്റ്റി നമ്മുടെ റോഡിൽ അത് എന്ത് കാര്യമാണെന്ന് അറിയില്ല, എങ്കിലും ഭാവിയിൽ നമ്മുടെ റോഡിലും വരും. ഇപ്പോൾ ദുബായിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതിനെക്കാട്ടി കൂടുതൽ ഫീച്ചേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. സേഫ്റ്റിയുടെ പേര് കെട്ട ആൾക്കാരാണ് വോൾവോ എന്നത്. എങ്കിലും ടെസ്ലയും കുറച്ച് നാൾക്കുള്ളിൽ ആ ഒരു സ്ഥാനത്ത് തന്നെ എത്തും എന്ന് പ്രതീക്ഷിക്കാം. നിലവിൽ ഈ ഒരു മോഡലൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവരണമെങ്കിൽ എത്ര കോടിയാണ് ആവുന്നത്? നോർമലി ഞാനൊരു ഇത് പറയാം, ഈ വണ്ടി എനിക്ക് വാങ്ങിച്ചപ്പോൾ 225,000 UAE ദിറംസ് ആണ്. അപ്പം അതിന് 55 to 60 വരെ ആവുമെന്ന് വെച്ചോ. അതിൻ്റെ 200% ഒക്കെയാണ് നമുക്കിവിടെ ടാക്സ് മാത്രം കൊടുക്കണം, പിന്നെ വണ്ടി വില. അപ്പോൾ 2 CRE+ ആവാനാണ് നമുക്ക് ഇതുള്ളത്. ഇവിടെ ഇമ്പോർട്ട് ചെയ്ത ആളുകളുണ്ട് കർണാടകയിൽ. അങ്ങനെയുള്ള ഓണേഴ്സിനെ കിട്ടുവാണെങ്കിൽ അവർക്ക് കറക്റ്റ് പറയാൻ പറ്റും അതിന്റെ യഥാർത്ഥ ഒരു രീതി എന്താണ്. ഏതായാലും ഒരു 50 lakhs ബഡ്ജറ്റിലൊക്കെ ഒരു വണ്ടി അവതരിപ്പിക്കുകയാണെങ്കിൽ ടെസ്ല കുറച്ചൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഈവൻ ഇവിടെ 1 CR ഇറക്കി അവതരിപ്പിച്ചാലും വാങ്ങാൻ ആളുണ്ട്. ഇവിടെ ആളുകൾ നമ്മുടെ മാർക്കറ്റ് നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല. ഇവിടെ പല ആളുകളുടെ കയ്യിലും പൈസ ഉള്ളവർ ഒരുപാട് പേരുണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. പക്ഷേ ഇവിടെ ഇപ്പം തന്നെ അറിയാമല്ലോ, റോൾസ് റോയ്സ് ഉള്ള എത്ര പേരുണ്ട് ഇവിടെ?
ആദ്യം ഒരു വണ്ടിയേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചത് എത്ര വണ്ടി ഒരുപാട് പേർക്കുണ്ട്. മറ്റേ ഉറൂസ് ഉള്ള എത്ര പേരുണ്ട്, നമ്മുടെ പൃഥ്വിരാജിന് ഉൾപ്പെടെ ഒരുപാട് റെയർ ആണ്, കോമൺ ആണെന്നല്ല അല്ല അതാണ് ഉണ്ട്. പക്ഷെ ഉണ്ട്, വണ്ടി വാങ്ങാൻ പറ്റും ആളുകൾക്ക്, അതിനുള്ള CR റേഞ്ചിലുള്ള വണ്ടി ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ ഒരു 10 കിലോമീറ്ററിൽ ഒരു 10 വണ്ടി കാണാം നമുക്ക്. അതെ. ആ ഒരു അവസ്ഥയാണ്. ഹ്യുണ്ടായിയുടെ ഒരു വണ്ടി ഉണ്ടോ, ഇനോക്സോ എന്തോ എന്റെ പേര്, ഐനിക് 5 സോറി, EV6ന്റെ കിയ EV6ന്റെ അതെ. അതിന്റെ വിലയെന്ന് പറഞ്ഞാൽ ഏകദേശം ടെസ്ലയുടെ വിലയോട് അടുപ്പിച്ചാണ്ട് വരുന്ന 50+ അവിടെയോ? അല്ല, ഞാൻ പറഞ്ഞത് ഇവിടുത്തെ റേഞ്ച് 50+ അങ്ങാണ്ട് വരുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ടെസ്ല ഇവിടെ ഇറക്കിയാൽ ഏതൊരാൾക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു, ഏതൊരാൾക്കും അതാണ് നമ്മൾ ചില വാക്കുകൾ പറയുമ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഒരുപാട് പേര് ഇവിടെ ഉണ്ടാവണം. കാര്യം ഇന്നോവയ്ക്ക് ഇപ്പം 30+ ഒക്കെ പോയിട്ടുണ്ടല്ലേ. ഇന്നോവ ഹൈക്രോസിന് 40 lakhs ആണ് ടോപ്പ് വേരിയന്റിന്. പക്ഷേ ഇന്നോവയൊന്നും നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യുന്നില്ല. ഇന്നോവയുടെയൊക്കെ യാത്രാസുഖം ഒരു രക്ഷയില്ലാത്ത. അപ്പോൾ അതൊക്കെയാണ് ടെസ്ല ഇന്ത്യയിൽ വരുന്നതിനെ പറ്റി ബ്രോയ്ക്ക് പറയാനുള്ള അഭിപ്രായം. അപ്പം അങ്ങനെ വേറൊരു ഇലക്ട്രിക് കാറൂടെ അവിടെ മേടിച്ചു, BYD Atto 3. അതെ, Atto 3 അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതെ. BYD Atto 3യുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന റേഞ്ച് നമുക്ക് ഏകദേശം ഒരു ഇതിൽ കിട്ടുന്നുണ്ട്. നല്ല യാത്രാസുഖം, നല്ല വണ്ടിയാണ്. ഓക്കെ. അതുപോലെ അടുത്തത് ബുക്ക് ചെയ്തിരിക്കുന്ന ടെസ്ലയാണ്. മോഡൽ എക്സ് കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. മോഡൽ 3 മോഡൽ എക്സും. അതെ, മോഡൽ എക്സ് എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതൊരു സെഡാൻ ആണെങ്കിൽ അതൊരു SUV ടൈപ്പ് എന്ന് പറയാം എന്നുള്ളൊരു വണ്ടിയാണ്. അതെ, അതൊക്കെയാണ് നമ്മുടെ ടെസ്ലയുടെ വിശേഷങ്ങൾ. ഏതായാലും നല്ല കുറേ എക്സ്പീരിയൻസുകൾ നമുക്ക് ടെസ്ലയെ പറ്റി അറിയാൻ സാധിച്ചു. ഇന്ത്യൻസിന് അധികം പരിചയമില്ലാത്ത, മീൻസ് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത വണ്ടിയാണ്. നിങ്ങൾ കൊല്ലം അല്ലെങ്കിൽ കൊച്ചി സൈഡിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൊല്ലം മാത്രമല്ല കേട്ടോ, നമ്മൾ ഇപ്പം ആക്ച്വലി ഈ വണ്ടി ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കാണിക്കുക എന്നാണല്ലോ. അപ്പോൾ നമ്മൾ പല വണ്ടി കൊണ്ടുവരുന്ന അതെ, പല സ്ഥലത്തുനിന്നും ആളുകൾ വരുന്നുണ്ട്, ബ്രോ ഇവിടെ വരുമ്പോൾ ഒന്ന് കാണിക്കാൻ പറ്റുമെന്ന്. അപ്പം ഞങ്ങൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വിചാരിക്കുന്നുണ്ട്, ഞങ്ങൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് നമ്മുടെ തിരുവനന്തപുരത്തുനിന്ന് കാസർഗോഡ് വരെ ഒരു ഡ്രൈവ് അടിച്ചാലോ, പോകുന്ന ഓരോ ജില്ലകളിലും 1-2 മണിക്കൂർ സ്റ്റോപ്പ് ചെയ്തിട്ട് പോകാൻ. പക്ഷെ നടക്കോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല, നമ്മുടെ ബിസി ഷെഡ്യൂൾ ആഗ്രഹമാണ്. കാരണം വണ്ടി ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു കാര്യമാണ്. അങ്ങനെ ആണെങ്കിൽ തീർച്ചയായും ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അത് പോസ്റ്റ് ചെയ്യും, കൊടുത്തിട്ടുണ്ട്, താഴെ കാണിച്ചിട്ടുണ്ട്. താങ്ക് യു. അപ്പം നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ ഒരു യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് ചാനലിലും കുറച്ച് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. അതെ, അത് കൺസ് വേൾഡ് എന്നാണ്, KANZ വേൾഡ് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ആരോട് സബ്സ്ക്രൈബ് ചെയ്യാനോ ഫോളോ ചെയ്യാനോ പറയുന്നില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, നമ്മുടെ കണ്ടന്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം അവർ ചെയ്താൽ മതി. പറഞ്ഞ Atto 3 മോഡൽ എക്സും മോഡൽ വൈയും ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ കുറച്ച് കണ്ടന്റ്സ് ഉണ്ടാവത്തില്ല. അതെ, ചെക്കൗട്ട് ചെയ്യുക. അതെ, താങ്ക് യു. അപ്പോൾ ബ്രോ ഒരുപാട് നന്ദി നമ്മളെ ഈ ഒരു നിങ്ങളുടെ ചാനലിലൂടെ ഇൻക്ലൂഡ് ചെയ്തതിന്. താങ്ക് യു സോ മച്ച്. ഇത്രയും ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു. താങ്ക് യു. എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ടെസ്ല കാർസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം നിങ്ങൾക്ക് ഈ ടെസ്ലയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒരു അധികം കോമൺ അല്ലാത്തൊരു വേണ്ടി നമ്മൾ കൊണ്ടുവരാൻ സാധിച്ചു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുപോലുള്ള വെറൈറ്റി കണ്ടന്റ്, യൂസർ എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ പല വീഡിയോസ് ഇടാറുണ്ട്. ചെക്കൗട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ വേണ്ടി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ. ബൈ.